तं ഭജമ്യഹം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്തം ച കല്യാണം മലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കൾ, നമ്മൾ 9-ാം ശ്ലോകം അല്ലേ? യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. യാതൊന്ന് ജ്ഞാനമാകുന്നുവോ അതാണ് യജ്ഞം. യാതൊന്നിൽ ജ്ഞാനം നിഹിതമായിരിക്കുന്നുവോ അതും യജ്ഞമാണ്. യാതൊന്ന് ജ്ഞാനത്തിന് സാധനയായിരിക്കുന്നുവോ അതും യജ്ഞമാണ്. അപ്പൊ യജ്ഞ ശബ്ദത്തിന് അർത്ഥമന്വേഷിച്ചു പോയാൽ ഏതിൽ ജ്ഞാനം നിഹിതമായിരിക്കുന്നുവോ, ഏതൊന്ന് ജ്ഞാനത്തിന് സാധനയായിരിക്കുന്നുവോ, ഏതൊന്നിൽ നിന്ന് ജ്ഞാനം ഉൽപ്പന്നമാകുന്നുവോ അത് യജ്ഞമാകുന്നു. അപ്പൊ ഏതൊരു കർമ്മവും ജ്ഞാനത്തിലേക്ക്, നിവൃത്തിയിലേക്ക് നയിക്കുമെങ്കിൽ അതാണ് യജ്ഞം. എന്നാൽ ലോകമുണ്ടാകുന്നത് യജ്ഞത്താലല്ല. ലോകം ബന്ധങ്ങളെ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ലോക്യതേ ഇതി ലോകഃ. ഏതൊരു കർമ്മത്തിന്റെ കാമം ഉൽപ്പന്നമായോ ആ കാമം നിരന്തരമായ കാമങ്ങൾക്ക് വഴിമരുന്നിടുമ്പോൾ ലോകമുണ്ടാകുന്നു. ഏതൊരു കാമം ഉൽപ്പന്നമാകുന്നുവോ അത് അറിവുകൊണ്ട് നിവർത്തിക്കുന്നു എങ്കിൽ ലോകം അതിൽ ഉണ്ടാകാതിരിക്കുന്നു. ഞാൻ നിശ്ചലനാകുന്നു. ഏതൊരു കാമം ഉണ്ടായത് കർമ്മമായിത്തീരുന്നുവോ ആ കർമ്മം പുതിയൊരു കർമ്മത്തിന് വഴിയെ ഉണ്ടാക്കുമ്പോൾ അത് ലോകത്തെ ഉണ്ടാക്കുന്നു. ഏതൊരു കാമം കർമ്മമായി പുഷ്കലമാകുന്നുവോ ആ കർമ്മം അനുഭവിച്ച് തീരുമ്പോൾ മറ്റൊരു കർമ്മം ഉണ്ടാകുന്നില്ലെങ്കിൽ ലോകമുണ്ടാകാതാകുന്നു. 4 സമസ്യകൾ ഞാൻ പറഞ്ഞു. 4 സമസ്യകളും നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. 4 സമസ്യകൾ ഇവിടെയുണ്ട്. ഒന്ന്, കാമമുണ്ടാകുന്നു. ഏത് കർമ്മത്തിന് പിന്നിലും സങ്കല്പവും കാമവും കർമ്മവും എന്നതാണ് നില. എന്നിൽ കാമം ഉണ്ടാകാൻ ഇടയില്ലാത്ത വിധം ജ്ഞാനം പ്രകാശരൂപമായിരിക്കുന്നു. അജ്ഞാനത്തിന്റെ മറവ് ഇല്ലാതിരിക്കുന്നു. എനിക്ക് ലോകമില്ല. ലോകത്തിലിരിക്കുമ്പോഴും ലോകം എനിക്കില്ല. ഞാൻ ലോകം ഉണ്ടാക്കുന്നില്ല. കാരണം ശബ്ദസ്പർശ രൂപരസ ഗന്ധാദികളിലൊന്നിലും എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നില്ല. എന്നെ അത് ബന്ധിക്കുന്നില്ല. ഇതൊരു ഞാൻ. ഇതെപ്പോഴെങ്കിലും എല്ലാവരും അനുഭവിക്കുന്നതും എല്ലാവർക്കും അറിവുള്ളതുമാണ്. എപ്പോഴെങ്കിലും, എല്ലാ കാര്യത്തിലും എന്ന് പറയുന്നില്ല. നിങ്ങൾ ജനിച്ച് മരിക്കുവോളം ലക്ഷോപലക്ഷം ശബ്ദങ്ങളിലൂടെ നിങ്ങളുടെ കർണങ്ങൾ കടന്നു പോകുന്നുണ്ട്. അതവിടെ ഉണ്ടായിട്ടും നിങ്ങൾ അറിയാതിരിക്കുന്നുണ്ട്. അപ്പൊ അതൊരു ലോകം നിങ്ങളിൽ സൃഷ്ടിക്കുന്നില്ല.
നിങ്ങളെ ആ ലോകത്ത് അതെത്തിക്കുന്നുമില്ല. ബോത്ത് നിങ്ങളിൽ ലോകമുണ്ടാകുന്നില്ല, നിങ്ങൾ ആ ലോകത്ത് എത്തുന്നുമില്ല. ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? നാളെ എൻ്റെ ചേട്ടത്തിൻ്റെ മകൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞില്ലേ എന്ന് ഭാര്യ ഭർത്താവിനോട് പറയുന്ന സമയത്ത് ആ ശബ്ദം അയാളിൽ ചെല്ലുകയോ അയാൾ അതിനോട് പ്രതികരിക്കുകയോ അയാളെ അത് ബന്ധിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ പണ്ടു ഈ മനുഷ്യൻ ഇങ്ങനെയാണ് അരകല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കും. ഞാൻ തന്നെ ഇതിന് ഓടണമെന്ന് പറഞ്ഞ് ആ ലോകം സ്വയം സൃഷ്ടിച്ച് അതിലൂടെ ഭാര്യ ഓടുകയല്ലാതെ അയാൾ അനങ്ങൂല. കല്യാണം അയാളിലില്ല, ചേട്ടത്തിയുടെ മകനും അയാളിലില്ല, ഓട്ടവും അയാളിലില്ല, അയാൾ ആ കല്യാണ ലോകത്തുമില്ല. ശരിയല്ല? അയാളുടെ കാമസങ്കല്പങ്ങളിലൊന്നും ആ ശബ്ദം ചെന്ന് വീണില്ല. അത് മനസ്സിലായി? 1000 കാര്യങ്ങളിൽ നിങ്ങൾ അങ്ങനെയാണ്. ഏത് കർമ്മത്തിന്? ജ്ഞാനം ഉണ്ടായയാൾ ആ ജ്ഞാനമുണ്ടായ കാര്യത്തിൽ കർമ്മം ചെയ്യില്ല. അയാളെ ബന്ധിക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ കർമ്മം ചെയ്യൂ. ബന്ധിക്കാതെ കർമ്മം ചെയ്യുന്നുവെന്നല്ല പറയേണ്ടത്, ഇനി ബന്ധിക്കാതിരിക്കാൻ കർമ്മം ചെയ്യുന്നുവെന്നാണ് പറയേണ്ടത്. മുമ്പ് ബന്ധിച്ചിരുന്ന കർമ്മമാണ് ഇപ്പോൾ അയാളുടെ കർമ്മം. ഇനിയും അത് തുടർബന്ധനങ്ങൾക്കിടയുണ്ടാക്കാതിരിക്കാൻ കർമ്മത്തെ ചെയ്യുന്നു. ക്ലിയറായ ചോദ്യം? ചോദ്യത്തിന്റെ സാരാംശം ഇവരെങ്ങനെ മനസ്സിലാക്കിയോ എന്നറിയില്ല. ഏത് ജ്ഞാനിയും കർമ്മം ചെയ്യുന്നത്, കർമ്മത്തിന്റെ കരണങ്ങൾ ഉണ്ടാകുന്നത്, കർമ്മത്തിൽ ശബ്ദസ്പർശ രൂപരസ ഗന്ധാദികൾ ഉൾപ്പെടുന്നത്, അതിലയാൾ അത്രയും നേരത്തേക്കെങ്കിലും ബന്ധിക്കുന്നത് ബന്ധം തന്നെയാണ്. പക്ഷേ മറ്റുള്ളവർ ബന്ധിക്കുന്നത് പോലെ തുടർബന്ധങ്ങളില്ലാത്തതുകൊണ്ട് സാധനാലോകത്തത് ശ്രേഷ്ഠമാണെന്നല്ലാതെ യാതൊരു ബന്ധവുമില്ലാതെ അയാൾ ചെയ്യുന്നു എന്നത് തെറ്റാണ്. അങ്ങനെ ഈ ലോകത്ത് കർമ്മം ചെയ്യാൻ അയാളോട് ആരാ പറഞ്ഞ്? മനസ്സിലായില്ല? അങ്ങനെയൊന്നും ശാസ്ത്രം പഠിക്കരുത്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അതൊക്കെ ഒരുപാട് ഒരുപാട് അപകടങ്ങളിൽ നമ്മളെ കൊണ്ടെത്തിക്കും. വിജ്ഞന്മാരായ ആചാര്യന്മാരാരും അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് അവർ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെ നോക്കി പഠിക്കണ്ടെന്ന് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രം പഠിച്ചിറങ്ങിപ്പോകുന്നവരോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ സുചരിതങ്ങളെ നീ പഠിച്ചാൽ മതി. മനസ്സിലായില്ല? ഞങ്ങളെ ബന്ധിക്കുന്നതൊന്നും നീ അനുകരിക്കണ്ട. തൈത്തരീയം ശ്രുതിയാണ്, ശ്രുതിക്കപ്പുറത്ത് വാക്കില്ല. ഞങ്ങളുടെ സുചരിതാനി അവയെ നീ ഉൾക്കൊണ്ടാ മതി. ഞങ്ങൾ വാസനാബദ്ധരായി നിൽക്കുമ്പോൾ ശരീരമുണ്ടെങ്കിൽ അത് കുറച്ചുണ്ട്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ബന്ധങ്ങളില്ലാത്തതാ പറയുന്നത്. പ്രസവിച്ച അമ്മയാണ് കയറി വരുന്നത്. ആചാര്യന്റെ ഓടിച്ചെന്നു. അമ്മ ശാസ്ത്രമൊന്നും പഠിച്ച ആളായിരിക്കില്ല. കണ്ടിട്ട് കുറെ നാളായാലോടാ കുഞ്ഞ്. അപ്പോൾ പെട്ടെന്ന് ആ കൂടെ ഇറങ്ങിപ്പോയാൽ നിങ്ങളിൽ ഒരു പറ്റം ബന്ധമൊന്നുമില്ലാത്ത ലോകമൊക്കെ നമുക്ക് പറഞ്ഞു തന്നു, അങ്ങേര് ബന്ധം വന്നപ്പോൾ കണ്ടില്ലേ ഇറങ്ങിപ്പോയത് എന്ന് നിങ്ങളിൽ ഒരു പറ്റം പറയും. അത് ബന്ധം കൊണ്ടല്ല, അമ്മയ്ക്കുള്ള ബന്ധത്തെ അറിഞ്ഞ് അദ്ദേഹം ബന്ധമില്ലാതെ ചെയ്തതാണെന്ന് പക്വതനായ ഒരു പറ്റം പറയും. ശരിയല്ല. ഇത് നിങ്ങളുടെ രണ്ടുപേരുടെ വ്യാഖ്യാനം മാത്രമാണ്. സംഭവം നടന്നത് അമ്മയിലും മകനിലുമാണ്. മനസ്സിലായില്ല? ആ പോയയാൾ നിങ്ങളെ പഠിപ്പിച്ച ആചാര്യനല്ല, അയാളെ വന്ന സ്ത്രീയുടെ മകനാണ്. മനസ്സിലായില്ല? അത് വേർതിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ രണ്ടു കൂട്ടരും, ഇതിനെ അനുകൂലിച്ചവനും
പ്രതികൂലിച്ചവനും രണ്ടും വിഡ്ഢിയാണെന്നേ അർത്ഥമുള്ളൂ. ഉദാഹരണം മതിയാവും തോന്നുന്നു, ഉദാഹരണം ആപ്റ്റാണെന്ന് തോന്നുന്നു. കാരണം ഉദാഹരണത്തിൽ എന്നെ തന്നെയാണ് ഞാൻ വെച്ചതെന്നുള്ളത് കൊണ്ട് ക്ലിയർ ആണെന്ന് തോന്നുന്നു. അപ്പൊ പോയത് അവരുടെ മകനാണ്, നിങ്ങളുടെ ആചാര്യനല്ല. അയാളെ മകനായി തന്നെ കണക്കാക്കണം. അല്ലാതെ നിങ്ങളുടെ ആചാര്യനെ ആ മകനിൽ ഉണ്ടാക്കിയെടുക്കാൻ തത്രപ്പെട്ട് നിങ്ങൾ വ്യാഖ്യാനിച്ച് ആചാര്യന്റെ മേലൊക്കെ പൊടിപറ്റാതെ രക്ഷിക്കുകയാണെങ്കിൽ അത് ആചാര്യന് വിവരമുള്ളതുകൊണ്ടല്ല, നിങ്ങളുടെ വിവരം അതിൽ അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായില്ല? അത് സ്വച്ഛന്തമായി ഇറങ്ങിപ്പോയതാണ്. അത് ആ സ്ത്രീയുടെ മകനാണ്. ഇനി ഇറങ്ങിപ്പോകാതെ മൂച്ചു പിടിച്ച് അകത്ത് ഈ ബന്ധങ്ങളും ഒക്കെ ഇരുന്ന് ഇത്രയും പേരുടെ മുമ്പിൽ മോശമാകരുതല്ലോ എന്നോർത്ത്, ആരാ നിങ്ങൾ? നിന്റെ അമ്മ? എനിക്കങ്ങനെ ഒരു അമ്മ ഇല്ലല്ലോ. ശുദ്ധ പോക്രി. അടി അപ്പ കുറ്റിക്ക് കൊടുക്കണം. മനസ്സിലായില്ല? യാതൊരു ദയം കാണിക്കില്ല. ഇനി അമ്മയല്ല എങ്കിൽ പോലും ഒരു സ്ത്രീ വന്ന് അമ്മയാണെന്ന് പറഞ്ഞാൽ ഇരിക്കുമെന്ന് പറഞ്ഞ് സൗമ്യമായി വിളിച്ചു കൊണ്ടുപോയി ആധാരമാണാവുന്നത്, എൻ്റെ അമ്മയാണ് എന്ന് നിങ്ങളോട് പറയണം. എൻ്റെ അമ്മയാണ്. അമ്മയല്ലത്, വേറൊരു സ്ത്രീയാണ്. ആരോ പറഞ്ഞു വിട്ടതാണ് മകനവിടെ ഉണ്ടാകും. ഇത് വേദനിച്ചു വന്നതാണ്. ആരുടെ മാതൃത്വവും അവിടെ അംഗീകരിക്കണം. മനസ്സിലായില്ല? ശാസ്ത്രം പഠിക്കുമ്പോ നിങ്ങളുടെ ഒരു ബന്ധവും നിങ്ങൾ വലിച്ചു കീറി മോചിപ്പിക്കാൻ നോക്കണ്ട, മോചിക്കില്ല. ഇത് വളരെ വളരെ സൗമ്യമായ ചോദ്യം ചോദിച്ചു. വളരെ നന്നായി. വളരെ സൗമ്യമായ തലത്തിലേ ഇത് പോവുള്ളൂ. അല്ലാതെ എടുത്തിയാടിയൊന്നും ഇതിന്റെ ലോകത്തെത്തുകയില്ല. ബാക്കി പലയിടത്തും നമ്മളെത്തും, നമ്മൾ അറിയാതെ പോലും. ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാലും വേറെ പല സ്ഥലത്തും എത്തും. പക്ഷെ ഇതിന്റെ സുഖം അനുഭവിക്കില്ല. ഇതനുഭവിക്കുന്ന വളരെ ശാന്തമായിട്ടാണ്. ഇത്രയും പ്രശാന്തമായ, അന്വേഷിക്കുമ്പോൾ മുതൽ ആനന്ദം അനുഭവിക്കുന്ന, ഒരിക്കൽ പോലും ദുഃഖം അനുഭവിക്കേണ്ടാത്ത, ഒരു ത്യാഗവും കഷ്ടപ്പാടും ഇല്ലാത്ത, നിങ്ങളുടെ തന്നെ സ്വരൂപവും സ്വഭാവവുമായ ഒന്നിതല്ലാതെ വേറെയില്ല. ഇത് വഴിയും വെളിച്ചവുമാകുന്നു. ഇതിന് ഒരുപാട് കഷ്ടപ്പാടൊന്നും, ഇത് വളരെ സ്ട്രെയിറ്റ് ആണ്. ഇതിന് ഒരു പ്രയത്നവും ഇല്ല ഇതിന്. ഈ പറയുന്ന പോലെ ക്ലിയറായി? നമുക്ക് തിരിച്ചു പോവാം. ആ ചോദ്യം ക്ലിയറായ നിലയ്ക്ക് നമുക്ക് തിരിച്ച് നമ്മുടെ പഴയ അതിനിടയ്ക്ക് മറന്നു പറഞ്ഞുകൊണ്ടിരുന്ന പറഞ്ഞു യജ്ഞത്തിലെ 4 ജ്ഞാനത്തിന് 4 സമസ്യകളുണ്ട്. ആ 4 സമസ്യകൾ പറഞ്ഞല്ലോ. അതേതൊക്കെയാ? ഒന്ന് ഒരു സങ്കല്പം ഉണ്ടാവുക. ആ സങ്കല്പം വൈഖരിയായി ശബ്ദമായി വരുന്നതിന് മുമ്പ് ആ സങ്കല്പം കർമ്മമായി അവരോധിക്കപ്പെടുന്നതിന് മുമ്പ് അറിവുകൊണ്ട് കത്തിച്ചില്ലാതായിത്തീർന്ന് അതേ ജ്ഞാനത്തിൽ തുടരുക ഒരു സമസ്യയാണ്. 2 അത് കാമമായി വിടരുക, കാമമേ ഉണ്ടാകാതിരിക്കുക. 1 മനസ്സിലായി. 2 കാമമാകുക, അറിവുകൊണ്ട് അപഗ്രഥിച്ചില്ലാതാക്കുക. 3 കാമമാവുക, ചെയ്യാതിരുന്ന് കർമ്മമാക്കി വിടാതിരുന്ന് സങ്കല്പങ്ങൾ മെനഞ്ഞ് ലോകമുണ്ടാക്കി ബന്ധിക്കുക. മനസ്സിലായി? 4 കാമമായി വിടർന്നത് കർമ്മമായി തീർന്ന് അനുഭവിച്ച് തീർക്കുക. ഈ 4 പ്രാധാന്യമുള്ള
4 സമസ്യകൾ. ഇതിൽ 4ാമത്തതിൽ നിന്ന് ഒരു കൊറോളറി, അത് കർമ്മമായി വിടർത്തി ലോകമുണ്ടാക്കി പോവുക, ലോകം ഇല്ലാതാക്കുക. അത് കർമ്മമായി വിടരുമ്പോൾ ആ കർമ്മത്തിൽ വെച്ച് തീരുക. ഇനി അങ്ങോട്ട് കർമ്മത്തിൽ നിന്ന് കർമ്മങ്ങൾ, മനസ്സിലായില്ല, ആ കർമ്മത്തിൽ നിന്ന് വീണ്ടും ഭേദപ്പെടുത്തിയ ആഗ്രഹങ്ങൾ, മനസ്സിലായില്ല. ഒരു കർമ്മം ചെയ്യുമ്പോൾ വീണ്ടും പോകാൻ നേരത്ത് കർമ്മം ശകലേ ഉള്ളൂ, 5 രൂപയുടെ പണിയേ ഉള്ളൂ ആ കർമ്മം ചെയ്യാൻ. ചെയ്തു തുടങ്ങുമ്പോൾ കർമ്മം വരും, അതിനകത്തുനിന്ന് കാമം ഉണ്ടാവും. അപ്പൊ അങ്ങനെ പൊട്ടി വിടരുമ്പോൾ കർമ്മങ്ങളുടെ അനുസ്യൂതതയിൽപ്പെട്ട് ലോകത്തിലായി പോകും. ഇതങ്ങ് തീർത്താൽ മോചിച്ചു എന്നാ വിചാരിക്കുക. ഈ ഒരെണ്ണം തീർക്കുമ്പോൾ നിങ്ങൾ മോചിച്ചു എന്ന് വിചാരിച്ചാണ് കർമ്മത്തിൽ കൊണ്ട് തലയിടുന്നത്. വളരെ രസമാണ്. വെറുതെ ഇരിക്കുന്ന ഒരു തൊഴിലാളിയെ വിളിച്ചിട്ട് 50 രൂപയുടെ പണി ഏൽപ്പിച്ചാൽ മതി. 50 രൂപയ്ക്കുള്ള പണി ഏൽപ്പിച്ചാൽ 50 രൂപ അവൻ തന്നെ പറഞ്ഞ കോൺട്രാക്റ്റാണ്, 50 രൂപ. എന്നിട്ട് നമ്മളവിടെ ഇരിക്കുക നോക്കിക്കൊണ്ട്. ഇത് പഠിക്കാൻ വളരെ രസമാണ്. ഈ തൊഴിലാളി അവന്റെ അന്നത്തെ ആ കോൺട്രാക്റ്റിലെ 50 രൂപയുടെ സ്ഥാനത്ത് അവനത് ചിരണ്ടി പിടിച്ച് ഒരു 200 രൂപയുടെ പണി അവനുണ്ടാകും. മനസ്സിലായില്ല? അവൻ ഉണ്ടാക്കുന്ന കൂടെ വേറെ 2 പേർക്കുള്ള പണി നമുക്ക് വേറെ അവൻ അപ്പുറത്ത് വെച്ച് തരും. ആ 2 പേരും ഇവനോട് ചേർന്ന് അനുസ്യൂതമായി അവിടെ താവളം കെട്ടി താമസിക്കാനുള്ള പണി തുടങ്ങും. അതിന്റെ പണി നോക്കാൻ ഒരുത്തനെ പിന്നെ കൊണ്ടുവരും. മനസ്സിലായില്ല? ഇങ്ങനെയാ ലോകം ഉണ്ടാകും. അവസാനം യുവന്മാരവിടെ കിടന്ന് അടിയും ബഹളവും പെരളിയും, അവിടെ മുഴുവൻ മലീമസമാണ്. പോകുന്നവൻ മാറിയാണ് നിൽക്കുന്നതെങ്കിൽ ഇതിന്റെ ചെളിയൊന്നും ദേഹത്ത് വീഴില്ല. ഇവനിൽ തുടങ്ങി ഇവന്റെ മമതയിലാണ് കർമ്മമെങ്കിൽ ഇവനും ഇതിനകത്ത് പെട്ട് 2 ഗ്രൂപ്പായി അടിച്ച് ഉടച്ച് മരിക്കും. കർമ്മത്തിന് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് പോയി അച്യുതാനന്ദനോട് ചോദിച്ചാൽ മതി. പൊളിക്കാൻ പോയതാ. ഇപ്പൊ എവിടെയാ നിൽക്കുന്നതെന്ന് അന്ന് പ്രശംസിച്ച പത്രവും ഇന്നത്തെ പത്രവും അന്നത്തെ നായകന്മാരും ഇന്നത്തെ നായകന്മാരും ഒക്കെ ചേർന്ന് എത്ര വലിയ ലോകം ഉണ്ടാക്കിയെന്ന് നോക്കിയാൽ മതി. നമ്പൂരി ഏതാണ്ട് ചവിട്ടിയ പോലായിട്ടുണ്ട്. മനസ്സിലായില്ല? പിടിയിട്ടില്ല. ബന്ധം അങ്ങനെയായി കയറി കയറി പോകുന്നു. ഇത് വളരെ രസമാണ്. ഇത് നിങ്ങൾ വായിക്കുന്ന പോലല്ല പത്രം വായിക്കേണ്ടത്. മനസ്സിലായില്ല? നിങ്ങൾ വായിക്കുന്ന പോലെ വായിച്ചാൽ ഇതൊന്നും കിട്ടുകയില്ല. നിങ്ങൾ ഇതിന്റെ അനുകൂലികളോ പ്രതികൂലികളോ ഒക്കെ ആയിട്ടാണ് ഇത് വായിക്കാൻ പോകുന്നത്. ഉള്ള പത്രം എല്ലാം മേടിച്ച് വായിക്കുന്നത്. മറ്റവൻ ഹെഡിങ് വായിച്ചാൽ മതി, ചവിട്ടി എന്നുറപ്പാവും. പിടിയിട്ടില്ല. എൻ്റെ ആ ടെക്നോളജി പിടികിട്ടിയോ? ഇല്ല. അപ്പൊ അതാണ് ഈ കർമ്മത്തിൽ നിന്ന് കർമ്മം ഇങ്ങനെ ബന്ധം. അത് കണ്ട് സമാധാനമായിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അറിയാതെ ബന്ധിച്ചു പോകും. വളരെ അപൂർവം ചിലർക്ക് മാത്രമേ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റൂ. വളരെ രസകരമാണ് ഈ കാഴ്ച. പ്രപഞ്ചത്തിലെ കർമ്മബന്ധങ്ങളുടെ ലോകം എങ്ങനെയാണ് യജ്ഞത്തിൽ നിന്ന് അന്യമായ കർമ്മങ്ങളെ കൊണ്ട് ഉണ്ടാകുന്നത്, യജ്ഞം എങ്ങനെയാണ്, അറിവ് എങ്ങനെയാണ് കർമ്മത്തെ ഇല്ലാതാക്കുന്നത്. അപ്പോ ജ്ഞാനത്തിൽ ഒരാൾ നേരത്തെ നിലകൊണ്ടാൽ, യജ്ഞത്തിൽ അയാൾ നിലകൊണ്ടാൽ കാമമില്ല.
അർജുന, നീ യജ്ഞത്തിൽ നിലകൊള്ളും. തദ് അർത്ഥം കർമ്മ കൗന്ദേയ മുക്ത സംഘ സമാചര. അതിലെ പദങ്ങളെല്ലാം കവിതാമയമായി വ്യാസനിൽ ഒഴുകി വന്ന അസുലഭ മുഹൂർത്തം കാവ്യകേളിയുടെ അന്തരാളങ്ങളിലിരുന്ന് സാഹിത്യ മനസ്സോടുകൂടി നോക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ സ്വച്ഛന്തവും സുരഭിലവുമായ ബോധം അന്യന്റെ ബുദ്ധിക്ക് പണയം വെച്ചിട്ടില്ലെങ്കിൽ അതിലെ പദതല്ലജങ്ങൾ പോലും മതി ഗീതാ സന്ദേശം പഠിക്കാൻ. അതിലെ ചില പദതല്ലജങ്ങൾ യജ്ഞാർത്ഥാത് അടിവരയ്ക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതുക. ആ യജ്ഞാർത്ഥാത് കർമ്മണഃ, യജ്ഞത്തിനായുള്ള കർമ്മങ്ങൾ ജ്ഞാനം തന്നെയാണ്. ഒന്നാം ഭാഗം. യജ്ഞത്തിൽ നിന്ന് അന്യമായ കർമ്മങ്ങൾ ബന്ധം തന്നെയാണ്. രണ്ടാം ഭാഗം. യജ്ഞാർത്ഥാത് കർമ്മണഃ, യജ്ഞാർത്ഥാത് അന്യത്ര കർമ്മണഃ. രണ്ടെണ്ണം അവിടെ. അന്യമായ കർമ്മമാണ് ലോകം, അല്ലെങ്കിൽ ബന്ധം. അടുത്തത് വരയ്ക്കേണ്ടത് മുക്തസംഘ സമാചര. കർമ്മം മുക്തസംഘനായി, സംഘമില്ലാത്തവനായി ചെയ്യൂ എന്ന് പറഞ്ഞാൽ നീ കർമ്മത്തിന്റെ കാമ്യഭാവത്തിൽ നിന്ന് മോചനം നേടുവെന്നർത്ഥം. കർമ്മത്തിന്റെ കാമ്യഭാവത്തിൽ നിന്ന് നീ മോചനം നേടിയാൽ കർമ്മം പരേച്ഛയിലോ അനിച്ഛയിലോ ആയി. എപ്പോൾ കർമ്മം പരേച്ഛയിലേക്ക് അനിച്ഛയിലേക്ക് വഴുതി വീണുവോ നീ സാക്ഷിയായി. എപ്പോൾ നീ സാക്ഷിയായോ നിന്റെ ആനന്ദത്തിന് നഷ്ടവുമില്ല. നിന്റെ സ്വരൂപം ച്യുതമല്ല. ഇത് കൃഷ്ണപക്ഷത്തെ വ്യാഖ്യാനം. വ്യാഖ്യാതാക്കന്മാരുടെയും അർജുനന്റെയും പക്ഷത്തു നിന്ന് അർജുന, നീ മമതയില്ലാതെ യുദ്ധം ചെയ്യൂ. കേൾക്കാൻ വളരെ സുഖമാണ്. ആർക്കെങ്കിലും ചെയ്തു കാണിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും. കാരണം ഇവിടെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സാധനം യുദ്ധമാണ്, ഹിംസയാണ്, സനാതനധർമ്മത്തിന് വിരുദ്ധമായ കർമ്മമാണ്. സംഘമില്ലാതെ ചെയ്യേണ്ടി വരുന്ന ഏതെങ്കിലും കർമ്മത്തിൽ പരേച്ഛയിൽ അനിച്ഛയിൽ യുദ്ധത്തെ പെടുത്താൻ പറ്റുമോ? യുദ്ധത്തെ ഇച്ഛിക്കുമ്പോഴും യുദ്ധത്തെ ചെയ്യുമ്പോഴും അതിലടങ്ങിയിരിക്കുന്ന ഹിംസ ഹിംസിക്കപ്പെടുന്നവനെ എപ്പോഴെങ്കിലും വേദനിപ്പിക്കുമോ? ഹിംസിക്കപ്പെടുന്നവൻ എന്നെ ഹിംസിക്കുന്നു എന്നറിയാൻ യുദ്ധമെന്ന ഹിംസയിൽ ഇടയുണ്ടോ?
ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. വെറുതെ തലകുലുക്കരുത്, വെറുതെ ഉത്തരം പറയരുത്. നല്ലപോലെ മനസ്സിലിട്ട് നിങ്ങൾ ഹിംസിക്കപ്പെടുന്നവനായി നിലകൊള്ളുന്നു എന്ന് തീരുമാനിച്ചിട്ട് ഏതെങ്കിലും ഹിംസയിൽ ഹിംസിക്കപ്പെടുന്നവൻ, can you imagine, എപ്പോഴെങ്കിലും വേദനിച്ചിട്ടുണ്ടോ? ലോകത്തെവിടെയെങ്കിലും ഹിംസിക്കപ്പെടുന്നവനിൽ പ്രതികാരം എതിർക്കാനുള്ള പദ്ധതികൾ ഇങ്ങനെയുള്ളതൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഹിംസിക്കപ്പെടുന്നവൻ പരാതിക്കാരനായിട്ടുണ്ടോ? ഏതെങ്കിലും അളവിൽ ലോകത്തിന്നുവരെ ഒറിജിനലായി ഹിംസിക്കപ്പെടുന്നവൻ തിരിച്ചറിയുമോ താൻ മറ്റൊരുത്തന്റെ ഹിംസയ്ക്ക് വിധേയമായി എന്ന്? ഏതൊരു ഹിംസയിലും ഹിംസിക്കുന്നവൻ മാത്രമല്ലേ ഹിംസയെ തിരിച്ചറിയൂ. ഇത്തരം കുറേ ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിച്ചാൽ നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുകയാണെന്ന് തോന്നുന്നു. അതല്ല, നിങ്ങൾ ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ ഉത്തരം പറയൂ. ഉത്തരം വളരെ എളുപ്പമാണ്. ലോകത്തിന്നോളം നടന്ന ചരിത്രപരങ്ങളായ ഹിംസകളെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹിംസകളെയും എടുത്തു നോക്കിയാൽ ഹിംസാത്മാവിനല്ലാതെ ഹിംസയെ എപ്പോഴാണ് തിരിച്ചറിയാൻ കഴിയുക? ചരിത്രം പഠിച്ചു നോക്കൂ. ലോക ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരടിമ ഉടമയ്ക്കെതിരെ നടത്തിയ സമരങ്ങളുടെ ചരിത്രമുണ്ടോ? ചോദ്യം തന്നെ മനസ്സിലായില്ല. ലോകത്ത് എവിടെയെങ്കിലും മുതലാളിത്തുക നിങ്ങളുടെ വാക്കുകളിൽ പറയാതെ ഒക്ടോബർ വിപ്ലവം പോലും സാർ ചക്രവർത്തിമാരും ആ ഭരണകൂടത്തിന്റെ അരിപറ്റി നിന്ന മേജർ ജനറലും ഒക്കെ ഉൾപ്പെട്ട ഏറ്റുമുട്ടലുകളാണ്. നിക്കോളാസ് സെക്കൻഡും ലെനിനും ട്രോട്സ്കിയും തമ്മിലുള്ള ദൂരം അവിടുത്തെ സാർ ചക്രവർത്തിയും അവിടുത്തെ പട്ടാളവും തമ്മിലുള്ള ദൂരമാണ്. അതല്ലേ ചോദിച്ചതിന്റെ സാരം? വാ വിളിച്ചത് അതിനല്ലേ? ലോക ചരിത്രത്തിൽ എന്നെങ്കിലും ഏതെങ്കിലും കാലത്ത് എഴുതപ്പെട്ട ഏതെങ്കിലും ചരിത്രത്തിൽ ഒരു ഹിംസകന്റെ ഹിംസയെ ആ ഹിംസകൻ തന്നെയോ മറ്റൊരു ഹിംസകനോ അതേ പാരമ്പര്യത്തിലെ വേറൊരു ഹിംസകനോ ഹിംസയുടെ തലങ്ങൾ തിരിച്ചറിയുന്നു എന്നല്ലാതെ ഹിംസയ്ക്ക് വിധേയനാകുന്നവൻ ഹിംസ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇന്നും അറിയുമോ? ഝാൻസി റാണിയും താന്തിയ തോപ്പിയും മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും മഹർഷി അരവിന്ദൻ ജവഹർലാൽ നെഹ്റുവും ഒക്കെ പട്ടിണി കിടന്ന് ഈ രാജ്യത്തിന് മേൽ ബ്രിട്ടൻ നടത്തുന്ന
ഘോര താണ്ഡവത്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന തലത്തിൽ നടത്തിയ സമരങ്ങളാണെന്നാണോ അർത്ഥം? അതല്ല, ബ്രിട്ടന്റെ അധികാര സ്ഥാനം അതേ സ്ഥാനം ആഗ്രഹിക്കുന്നവന്റെ അധികാരങ്ങളെ മാറ്റുമ്പോൾ അത് ആഗ്രഹിക്കുന്ന രണ്ട് കാമികൾ തമ്മിലുള്ള സമരങ്ങളായിരുന്നുവെന്നാണോ? എന്നെ കല്ലെറിഞ്ഞു കൊല്ലേണ്ട സമയം കഴിഞ്ഞു എന്നല്ലേ തോന്നുന്നത്? ആദർശവൽകൃത സത്യങ്ങളെ അതിന്റെ ആഴങ്ങളിൽ പരിശോധിക്കുന്നത് തെറ്റാണെന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്. ദാർശനിക സത്യങ്ങൾക്ക് കാലാനുക്രമണികയില്ല. ദാർശനിക പഠനങ്ങൾക്ക് വ്യക്തിബന്ധങ്ങളുമില്ല. ദാർശനിക അനുഭൂതികൾക്ക് വ്യക്തിത്വങ്ങളില്ല. അവിടെ നിന്ന് കേൾക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടാവില്ല. അവിടെ നിന്ന് ഞാൻ പറയുമ്പോൾ, അവിടെ നിന്നല്ല പറയുന്നതെങ്കിൽ എനിക്ക് പോലും പഥ്യമല്ലാത്തവനാണ് ഞാൻ. ഞാൻ ഒരു വ്യക്തിയെയും പ്രത്യേകിച്ച് പെടുത്തിയില്ല. പ്രത്യേകിച്ച് എതിർത്തുമില്ല. ഞാനൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞാനതിൻ്റെ അനുഭവത്തിൽ പെടുകയും അതേ അനുഭവത്തിനാണ് എൻ്റെ വിധി എന്ന് ഞാൻ തീരുമാനിക്കുകയും കഴിഞ്ഞ എനിക്ക് എങ്ങനെ ആ വിധിക്കെതിരെ നീങ്ങാൻ കഴിയുമെന്നാണ് എൻ്റെ ചോദ്യം. ആ വിധി എൻ്റേതല്ലാതിരിക്കുകയും മറ്റൊരുത്തൻ അനുഭവിക്കുന്നു എന്ന് എനിക്ക് തോന്നുകയും അത് അവന്റെ മേൽ വിധിക്കാനുള്ള അവകാശം എനിക്കാണ്, ഇവനല്ല എന്ന് തോന്നുകയും ചെയ്യുമ്പോഴാണ് പ്രതികരണങ്ങൾ ശക്തമാകുന്നത്. ശ്വശ്രുവധൂ ന്യായത്തിലാണ് എല്ലാ ഏറ്റുമുട്ടലുകളും. മനസ്സിലായില്ല? ശ്വശ്രുവധൂ ന്യായം അത് മനസ്സിലായി, പക്ഷെ ആ ന്യായം മനസ്സിലായില്ല. ആ ന്യായം നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ ചിരിക്കാൻ തുടങ്ങി. അമ്മായിയമ്മയും മരുമകളെന്ന് കേട്ടപ്പോഴേ പോരാണെന്നോർത്താണ് നിങ്ങൾ ചിരിക്കുന്നത്. അത് പോരാ, അത് പോരാ, അത് പോരാ എന്നാ പറഞ്ഞ. എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥവും ശരിയാണ്. പണ്ടൊരു ഭിക്ഷക്കാരൻ ഒരു വീട്ടിൽ കയറി ചെന്നു. അപ്പോ അവിടുത്തെ പെൺകുട്ടി ഇറങ്ങി വന്നു. എന്താന്ന് ചോദിച്ചു. ഭിക്ഷാന്തേഹി. അവൾ അകത്തോട്ട് പോയി. നല്ലതുവല്ലതും തരുമെന്ന് ഓർത്ത് ഇയാള് പാവം മുണ്ടുമൊക്കെ വിരിച്ചിരിക്കുമ്പോൾ അവൾ അകത്തി എന്ന് തിളച്ച വെള്ളം കൊണ്ടെന്ന് ഇയാളുടെ ദേഹത്തൊഴിച്ച് രണ്ട് തെറിയും പറഞ്ഞിട്ട് പറഞ്ഞു, ഇവിടെ ഒന്നും വെച്ചിട്ടില്ല, പൊക്കോണമെന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് കരഞ്ഞ്, പൊള്ളിയതുകൊണ്ട് കരഞ്ഞ് നടന്നു വരികയാണ്. അപ്പൊ വലത്തെ കയ്യാല് ഇടത്തെ കയ്യാല് വെള്ളം വീണ്, തിളച്ച വെള്ളം വീണ്, അത് തൂത്ത് പാവം ഇങ്ങനെ കരഞ്ഞ് മുന്നോട്ട് പോവാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അമ്മ വരുന്നു വീടിന്റെ അവിടെ. എന്താന്ന് ചോദിച്ചു. അവിടെ ഒരു കുട്ടിയുണ്ട്, അതിനോട് ഭിക്ഷ ചോദിച്ചുള്ളൂ, വേറൊരു തെറ്റും ചെയ്തില്ല. വെള്ളം ഒഴിച്ചു. വാ എന്റെ കൂടെ വാങ്ങോ. ചൂടായിട്ടാ പറഞ്ഞു. ഓ രക്ഷപ്പെട്ടു, വെള്ളം ഒഴിച്ചത് കൂടുതലൊക്കെ കിട്ടും. നേരിച്ചവൻ കൂടെ പോയി. അവിടെ ചെന്നു, മുറ്റത്തെത്തി, ഇവരകത്തി ചെന്നു. അപ്പോഴേക്ക് വെള്ളം നല്ലപോലെ തിളച്ചു മാറി. അതെടുത്തുകൊണ്ടെന്ന് ഒഴിച്ചിട്ട് പറഞ്ഞു, ഇത് അവളല്ല ഒഴിക്കണ്ട, ഞാനാ ഒഴിക്കേണ്ടത്. ബ്രിട്ടൻ ഭരിച്ചതിൽ കൂടുതൽ എന്താ നിങ്ങൾക്ക് കിട്ടിയത്? സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് ഗാന്ധി മേടിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് തന്നോ?
ബ്രിട്ടൻ ചവിട്ടിയ ബൂട്ടുകൊണ്ടുള്ള ചവിട്ടിനേക്കാൾ കൂടുതൽ ചവിട്ട് കിട്ടിയില്ലേ? ശ്വശ്രുവധൂ ന്യായത്തിലല്ലേ? ചോദ്യം ശരിയല്ല, ശരിയല്ല. കരം കുറഞ്ഞോ? സ്വാതന്ത്ര്യം കൂടിയോ? ബ്രിട്ടന്റെ കാലത്ത് ബ്രിട്ടനിൽ നിന്ന് വന്ന സംഭാവിതങ്ങളായിരിക്കുന്ന ലോകങ്ങളെക്കാൾ കൂടുതൽ ശക്തിയിൽ അസ്വാതന്ത്ര്യങ്ങൾ ഓരോ കുലങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിച്ചിട്ടില്ലേ? സോ ഇവിടെ പീഡിപ്പിക്കാൻ അവകാശം ബ്രിട്ടനല്ല, ഞങ്ങൾക്കാണെന്നുള്ള അവകാശത്തിന്റെ സമരങ്ങളാണോ സ്വാതന്ത്ര്യ സമരം? ചോദ്യങ്ങൾ എനിക്കിഷ്ടമാണ്, പക്ഷെ ഉത്തരം എനിക്ക് ഇങ്ങനെയേ അറിയൂ. എതിർപ്പ് നിങ്ങൾക്കുണ്ടാവും. ഞാൻ പറഞ്ഞതത്ര ശരിയല്ല. ലോകത്തെ എല്ലാ സമരങ്ങളും എല്ലാ യുദ്ധങ്ങളും ശ്വശ്രുവധൂ ന്യായത്തിലാണ്. ലോകത്തിൽ ഇന്നോളം ഒരു ഏറ്റുമുട്ടലും ഒരു യുദ്ധവും അടിമയും ഉടമയും തമ്മിൽ നടന്നിട്ടില്ല. അടിമ തന്റെ വിധിയോർത്ത് ജീവിച്ചിട്ടുള്ളതല്ലാതെ അവൻ സൗമ്യനായി അവന്റെ തലങ്ങളിലൂടെ ജീവിച്ചു പോയിട്ടുള്ളതല്ലാതെ അവൻ ഒന്നിനോടും പ്രതികരിക്കാൻ ത്രാണി നേടിയിട്ടില്ല, നേടുകയുമില്ല. ആ ഭാഗം തീർന്നു. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയ? 4 സമസ്യകൾ. അതിൽ 4ാമത്തെ സമസ്യയ്ക്ക് ഒരു കൊറോളറി കൂടിയുണ്ട് എന്ന് ഞാൻ പറയുകയുണ്ടായി. മനസ്സിലായി? അതിനനുപൂരകമായ ഒന്നാണ് ഒരു കാമം ഉൽപ്പന്നമായി കർമ്മമായി തീർന്ന് ആ കർമ്മം തീരുന്നതോടെ മുക്തിയാകുന്ന ഒരു കൊറോളറി. അത് കാമം കർമ്മമായി തീർന്ന് ആ കർമ്മത്തിൽ നിന്ന് അനേക കർമ്മങ്ങൾ ബന്ധിക്കുന്ന ലോകം വേറൊന്ന്. ഇങ്ങനെ 4 സമസ്യകളും അതിൽ 4ാമത്തത് 2ആയി പിരിയുന്ന ഉപവിഭാഗവും ചേർന്ന് വിപുലമാണ് ഈ കഥ. അവിടെ എവിടെയാണ് യുദ്ധമെന്ന കർമ്മം അനുസ്യൂതങ്ങളായ യുദ്ധങ്ങളെ തരാതെ, അനുസ്യൂതങ്ങളായ കർമ്മകലാപങ്ങളെ തരാതെ മുക്തസംഗനെ സൃഷ്ടിക്കുക. യുദ്ധത്തിലെവിടെയാണ് മുക്തസംഗം സാധ്യമാവുക? എല്ലാ കർമ്മങ്ങളുടെയും ഗതീയത പോലെ യുദ്ധത്തെയും പരേച്ഛയുടെയും അനിച്ഛയുടെയും കർമ്മതലങ്ങളിലേക്ക് പരിണമിപ്പിക്കാൻ ആവുമോ? സംഘം, കാമം പ്രാരബ്ധാനുഗമായി കർമ്മമായി പരിണമിച്ചാൽ കർമ്മം ചെയ്തുള്ള മോചനത്തിന് യുദ്ധം പറ്റുമോ? യുദ്ധങ്ങളിൽ ഹിംസിക്കപ്പെടുന്നവന്റെ വികാരം എന്നൊന്നുണ്ടോ? ഹിംസിക്കുന്നവന്റെ വികാരം എന്തായിരിക്കും? 2 ധ്രുവങ്ങളാണ് ഒരു യുദ്ധത്തിൽ ഹിംസിക്കപ്പെടുന്നവനും
ഹിംസിക്കുന്നവനും. ഹിംസിക്കപ്പെടുന്നവനിലാണോ ഹിംസിക്കുന്നവനിലാണോ ഹിംസയുടെ യാതനയും വേദനയും തളം കെട്ടി നിൽക്കുന്നത്? പദം മനസ്സിലായിട്ടാണോ പറയുന്നത്? നിങ്ങൾ കൺഫ്യൂസ്ഡായി. രണ്ട് വാക്കൊന്നുമില്ല, രണ്ടെണ്ണം വന്നില്ലേ? ഹിംസിക്കുന്നവനിലാണെന്ന് ആദ്യം രണ്ടുമൂന്ന് പേര് പറഞ്ഞു. അതിന്റെ ഇടയിലൊരു ശബ്ദം കേട്ടു, ഹിംസിക്കപ്പെടുന്നവനിലാണ്. ഏതാ ശരി? ഏത്? അല്ല, ഒരു ഭാഗം മാത്രമേ ഹിംസിക്കപ്പെടുന്നവനാവൂ. ഭീഷ്മരും ദ്രോണരും പാണ്ഡവ പക്ഷപാതികളും കൗരവ ഭാഗത്തു നിന്ന് യുദ്ധം ചെയ്യുന്നവരുമാണ്. കൗരവ രാജാവായ ദുര്യോധനൻ രാജ്യം സ്വന്തം വശത്തു നിർത്താനല്ലാതെ പാണ്ഡവരോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കൗരവ രാജധാനിയെ പകുക്കേണ്ടതില്ലെന്നും അത് ഭീഷ്മരുടേതാണെന്നും ഗീതാരംഭത്തിൽ അയാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്പഷ്ടമായ ഭാഷയിൽ നിങ്ങളോട് അയാൾ പറഞ്ഞിട്ടുണ്ട്, സഞ്ജയന്റെ വാക്കുകളാണ് പ്രമാണം, ഈ രാജ്യം കൗരവരുടേതുമല്ല പാണ്ഡവരുടേതുമല്ല ഭീഷ്മന്റേതാണ് എന്ന്. ഭീഷ്മരുടെ രക്ഷയ്ക്കു വേണ്ടി തയ്യാറെടുത്ത ഒരു സൈന്യവുമായി തങ്ങൾ വന്നിരിക്കുന്നു എന്നല്ലാതെ പാണ്ഡവരോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ തീരുമാനമല്ലെന്ന് പ്രസ്പഷ്ടമായ വാക്കുകളിൽ ദുര്യോധനൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലോകത്തെ ഏതൊരു രാജ്യതന്ത്രശാലിയും പറയുന്ന പ്രതിരോധമെന്ന പദം ശക്തമായ ഭാഷയിൽ ദുര്യോധനൻ പ്രയോഗിച്ചിട്ടുണ്ട്. മറന്നു പോകരുത്. അത് പ്രയോഗിക്കുമ്പോഴും യുദ്ധത്തിന് വെല്ലുവിളിച്ചത് ദുര്യോധനന്റെ സർവസൈന്യാധിപനായ ഭീഷ്മൻ തന്നെയാണെന്ന് മറക്കുകയുമരുത്. വ്യാസൻ ഈ കാവ്യകേളിയിൽ ശക്തമായി അവതരിപ്പിച്ച ബിംബങ്ങളെ സമരസപ്പെട്ട് മനസ്സിലാക്കാതെ ഗീത പഠിക്കുക എന്ന പാതകം നിങ്ങൾ ചെയ്യരുത്. പഠിക്കുന്നുവെങ്കിൽ ആത്മാർത്ഥമായ രംഗത്ത് നിങ്ങൾ പോണം, നിങ്ങളുടെ മനസ്സുകൾ എത്തണം. ദുര്യോധന വൈഖരികളെ നിങ്ങൾ ഉൾക്കൊള്ളണം, യുധിഷ്ഠിര വൈഖരികളെ നിങ്ങൾ ഉൾക്കൊള്ളണം. അതാണ് നമുക്ക് പ്രമാണം. വ്യാഖ്യാതാക്കന്മാരുടെ വചനങ്ങളാവരുത്. യുദ്ധക്കളത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിതാഃ ഭീഷ്മമേവ അഭിരക്ഷന്തു ഭവന്തഃ സർവ്വ ഹി. ആചാര്യ, യുദ്ധത്തിന്റെ എല്ലാ മുഖങ്ങളിലും നിന്ന് ഭീഷ്മരെ രക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പാണ്ഡവരോട് താൻ പോയി യുദ്ധമൊന്നും ചെയ്യണ്ടടൂ എന്ന് തന്നെയല്ലേ അർത്ഥം? We are for defense, not for offense. ആ ശബ്ദത്തിനകത്ത് ബുഷും മൻമോഹൻ സിംഗും എല്ലാം ഇല്ലേ?
എന്താ സംശയം? ശരിയല്ല. ലോകത്തേതെങ്കിലും രാജ്യം ഇന്ന് വേറൊരു രാജ്യത്തെ ആക്രമിക്കുന്നുണ്ടോ? എല്ലാ രാജ്യവും പ്രതിരോധ നിരയെ കെട്ടിപ്പടുക്കുന്നല്ലേ ഉള്ളൂ. എല്ലാ പ്രതിരോധങ്ങളും യുദ്ധമായി വന്നു പോകുന്നു എന്നല്ലേ ഉള്ളൂ. ശരിയല്ല? ഇല്ല. പക്ഷെ നടക്കുന്നത് മുഴുവൻ ഒഫൻസാണ്. അവിടെ തന്നെ രാജാവായ ദുര്യോധനന്റെ അന്തരംഗത്തിൽ ഒരു ഭാവമുണ്ട്. യുദ്ധത്തിന് വെല്ലുവിളിക്കുന്ന ഭീഷ്മന്റെ അന്തരംഗത്തിൽ ഒരു ഭാവപ്രകർഷമുണ്ട്. മറുപുറത്തു നിന്ന് ഏറ്റുമുട്ടാനൊരുങ്ങുന്ന പാണ്ഡവാദികളിൽ ഒരു ഭാവമുണ്ട്. ഏത് യുദ്ധത്തിലും എന്ന പോലെ യുദ്ധം അതിന്റെ ബന്ധബാന്ധവങ്ങളോടുകൂടി നിലനിൽക്കുന്നത് ഹിംസകനിലായിരിക്കുമോ ഹിംസിക്കപ്പെടുന്നവനിലായിരിക്കുമോ? നിങ്ങൾ അടികൊടുത്ത കുഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് നിഷ്കളങ്കമായി നിങ്ങളുടെ തോളിലേക്ക് കയറാനും നിങ്ങൾ കൊടുക്കുന്ന മുട്ടായി വാങ്ങിക്കാനും അരമണിക്കൂർ മുമ്പ് ആരോടുകൂടെ കളിച്ചതിന് നിങ്ങൾ തല്ലിയോ അവനോടൊപ്പം വീണ്ടും കളിക്കാനും പോകുമ്പോൾ തല്ലിയ നിങ്ങൾക്ക് ആ ലാഘവം മനസ്സിനുണ്ടോ? നിങ്ങളുടെ സ്വന്തമെന്ന് പറയുന്ന കുഞ്ഞിനെ നിങ്ങളുടെ പിതാവെന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന്, മാതാവെന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങളൊന്ന് തല്ലിക്കഴിഞ്ഞ് ആ ഹിംസയിൽ ഹിംസകനായ, ഹിംസയെന്ന് വിളിക്കാൻ നിങ്ങൾ മടിക്കുന്ന ഭാവതലം മാത്രമുള്ള ആ ഹിംസയിൽ ഹിംസാത്മകനായ നിങ്ങൾ വേദനിക്കുന്ന വേദന ഹിംസിക്കപ്പെട്ട കുഞ്ഞിനുണ്ടോ? അവിടം മുതൽ ഇങ്ങോട്ട് ഏത് ഹിംസയിലെങ്കിലും ഹിംസിക്കപ്പെട്ടവന്റെ അന്തരംഗം ഹിംസിക്കുന്നവന്റെ അന്തരംഗവുമായി താരതമ്യപ്പെടുത്തിയാൽ ഹിംസിക്കപ്പെട്ടവന്റെ പതനം പ്രത്യേകം പ്രസ്താവയോഗ്യമാണ്. ഇതാ ഫിലോസഫി, മറ്റത് തോന്നിയവാസു. ഫിലോസഫറും സാഹിത്യകാരനും പോകുന്നത് വാളിന്റെ മുനയിലൂടെയല്ല, അന്തരംഗത്തിന്റെ ചോദനയിലൂടെയാണ്. അതെഴുതിയ വ്യാസന്റെ കൃതികളെ വാളിന്റെ മുനയിലൂടെ വ്യാഖ്യാനിക്കാൻ പോയ വിവരം കെട്ട ഒരു ജനതയുടെ പഠനങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങൾ. വ്യാസൻ പദമൂന്നി നടന്നത് യുദ്ധക്കളത്തിലെ ഘോരദണ്ഡനം നടത്തിയ ആയുധവർഷങ്ങളുടെ മേലങ്കികളിലൂടെയല്ല, മറിച്ച് ആ ആയുധം വർഷിച്ച കരങ്ങളും അത് വർഷിക്കുവാൻ കരങ്ങളെ ശക്തിയുള്ളതാക്കിയ കാമവും ആ കാമത്തിനിരിപ്പിടമായ മനസ്സും ആ മനസ്സിന്റെ അന്തരാളങ്ങളിലൂടെയാണ് വ്യാസൻ ഗൽഗത സമന്വിതം സഞ്ചരിച്ചത്. അത് വായിച്ച് മനസ്സിലാക്കാൻ പോലും ത്രാണിയില്ലാത്ത ഒരു ജനത എങ്ങനെ വ്യാസന്റെ പാരമ്പര്യത്തിലെ ഹിന്ദുക്കളോ ജന്തുക്കളോ ആവും? അപകടം പിടിച്ച പണിയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് പിടിക്കാനിടയില്ലാത്ത പണിയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ എന്റെയൊക്കെ ബ്ലഡ് പരിശോധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്.
പറഞ്ഞതിൽ അല്പമെങ്കിലും ശരി, മുഴുവൻ ശരിയാ. ചുമ്മാ കയറി അങ്ങനെ പറയരുത്, ആലോചിച്ചിട്ടൊക്കെ പറഞ്ഞാൽ മതി. പരിശോധിച്ച് നോക്കിയാൽ കുഴപ്പമാകുന്ന പണിയാണ്. തത്വചിന്തകൻ പോകുന്ന വഴിതിരിച്ചറിയാതെ തത്വചിന്തകളെ പഠിക്കരുത്. ഒരു ഭാഗത്ത് ഗീത ദർശനമാണെന്ന് പറയുകയും ആ ദാർശനിക സവിശേഷതയിലൂടെ വ്യാസൻ കാൽവെച്ച് നടന്ന വ്യാസന്റെ പദവിന്യാസ ശബ്ദങ്ങൾ അന്നെന്ന പോലെ ഇന്ന് കേൾക്കാൻ അന്തരംഗത്തിന് ചോദനയില്ലാതാവുകയും ചെയ്താൽ എന്താണ് നിങ്ങളും ഞാനും പഠിക്കുക? വ്യാസ ഗദ്ഗതം നിങ്ങൾക്ക് കേൾക്കാനാവുമോ? ചോദ്യം മനസ്സിലായില്ല. ആ കൃതികൾക്കകത്ത്, ആ ശ്ലോകങ്ങൾക്കിടയിൽ, ആ ശ്ലോകങ്ങളുടെ അന്തരാളങ്ങളിൽ, ആ ശ്ലോകങ്ങളുടെ ശരീരത്തിൽ, ആ ശ്ലോകങ്ങളാകുന്ന ബിംബങ്ങളിൽ വ്യാസരൂപവും വ്യാസഗദ്ഗതവും, വ്യാസരൂപം കാണുവാനും വ്യാസഗദ്ഗതം കേൾക്കുവാനും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവിടെ യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന എന്ന സുചാരുവായ ചരിത്ര സത്യത്തെ, ദാർശനിക തഥ്യയെ മനോഹരമായി എഴുതി വെക്കുമ്പോൾ ഹിംസകന്റെയും ഹിംസിക്കപ്പെടുന്നവന്റെയും അന്തരംഗങ്ങളിലൂടെ ഒരു യാത്രയ്ക്ക് അന്ന് പോയിട്ട് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വീടിനോട് ചേർന്ന്, നിങ്ങളോട് ചേർന്ന്, നിങ്ങളുടെ കുട്ടികളോട് ചേർന്ന് പോലും സഞ്ചരിച്ചാൽ ഉത്തരം പ്രസ്പഷ്ടമാണ്. അച്ഛന്റെ അടിയേറ്റ് കരഞ്ഞ കുഞ്ഞ് വീണ്ടും പോയി തന്റെ കളിക്കൂട്ടുകാരനോടൊപ്പം കളിച്ച് ചിരിച്ച് അതേ അച്ഛൻ വാരിക്കൊടുത്ത അന്നവുമുണ്ട് അച്ഛൻ കിടന്നുറങ്ങുന്ന ബെഡിൽ കിടന്ന് ഉറക്കത്തിൽ എങ്ങലിടിക്കുമ്പോൾ ഉറങ്ങാതെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അച്ഛന്റെ അന്തർഗതം, അമ്മയുടെ അന്തർഗതം ഒരിക്കലെങ്കിലും ഗൃഹസ്ഥരായ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവത്ഗീത വായിച്ച് അതിലെ യുദ്ധത്തിന്റെ സമസ്യകളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാനാവുമോ? അനുഭവമില്ല. ഒരാൾക്കും അനുഭവമില്ല. ഹിംസിച്ചവൻ ഹിംസിക്കപ്പെടുന്നവനേക്കാൾ വിജയം വരിച്ച കാലങ്ങൾ ഏതാണ്? ഹിംസിച്ചവനിൽ ധർമ്മബോധവും ധർമ്മവും നിലനിൽക്കുന്നുവെന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എവിടെയാണ്? കാവ്യഭാവനയുടെ ചിറകുകളിലേറി വ്യാസ സമീക്ഷയിലൂടെ സഞ്ചരിക്കുവാൻ കായക്ലേശം നിങ്ങൾക്കില്ലെങ്കിൽ മാനവ മനസ്സിനെ ജഗദീശ ഉത്സംഗത്തിലേക്ക് ഉയർത്തിയൊരു അഹിംസയുടെ അദ്വൈത കാമുകനായി പ്രത്യക്ഷപ്പെടുന്ന കൃഷ്ണനും വ്യാസനും സമുജ്വല ഭാരതീയ സംസ്കൃതിയുടെ സമാനങ്ങളില്ലാത്ത വക്താക്കളാണ്. നിങ്ങൾ എന്നോടൊപ്പം സഞ്ചരിക്കുമെന്ന് എനിക്കറിയില്ല. സത്യം ഇത് മാത്രമാണ്. ഇപ്പൊ ശ്ലോകത്തെ നമുക്ക് യജ്ഞാർത്ഥാത് കർമ്മണഃ, അർജുനോട് ഉപദേശിക്കുന്ന യജ്ഞരൂപത്തിൽ കർമ്മം ചെയ്യാനാണ്. യജ്ഞത്തിൽ നിന്ന് അന്യമായ കർമ്മം ബന്ധമുണ്ടാക്കും എന്നാണ്. ജ്ഞാനം കളഞ്ഞു കുളിക്കും എന്നാണ്. കർമ്മത്തിന്റെ സംഘതലം സുതപ്രജ്ഞ ലക്ഷണത്തിൽ പറഞ്ഞത് നമ്മൾ നേരത്തെ കണ്ടു. ഇതിനോട് ചേർത്ത് ഓർമ്മയില്ല, ഇതിൽ ചേർത്ത് വെച്ചാ പഠിച്ചേ. ആ ശ്ലോകം ഓർമ്മയുണ്ടാവും. 63 അല്ല, സ്ഥിതപ്രജ്ഞസ്യ ഭാഷയല്ല. 63
ധ്യായതോ വിഷയാൻ പുംസഃ സംഗത്തേഷൂപജായതേ സംഗാൽ സഞ്ജായതേ കാമ. അവിടെ ഒന്ന് നിർത്ത്. സംഗാൽ സഞ്ജായതേ കാമ. സംഗാൽ, ആ സംഘ എവിടുന്നാ വരുന്നത്? ധ്യായതോ വിഷയാൻ പുംസഃ. വിഷയം ധ്യാനിച്ചാൽ സംഘം ഉണ്ടാവും. സംഘം കാമമുണ്ടാക്കും, കാമം ക്രോധമുണ്ടാക്കും. രാവിലെ എഴുന്നേറ്റിരുന്ന് ഒരുവൻ പഠിച്ചു, ഒരു കാക്കയെ പിടിച്ചുകൊണ്ടെന്ന് പരീക്ഷണം നടത്തി. കാരണം അവന്റെ അമ്മയ്ക്കും അപ്പനും ഒക്കെ ക്ഷയം വന്നപ്പോൾ വേറൊരു രാജ്യത്ത് നിന്ന് കാക്കയെ പിടിച്ചുകൊണ്ട് വന്നു. അവിടെ ആർക്കും ക്ഷയമില്ല. അവിടുന്ന് ആ കാക്കയെ കൊണ്ടുവന്ന് പരീക്ഷണം നടത്തിയത്. കാക്കയുടെ ശരീരത്തിൽ ക്ഷയരോഗാണുക്കളുണ്ട്. തന്റെ അപ്പന് ക്ഷയം വന്നിരിക്കുന്നു. കാക്കകളാണ് ക്ഷയം ഉണ്ടാക്കുന്നത്. കാക്കയെ കൊല്ലാൻ തീരുമാനിച്ചു. ഇതാണ് നിങ്ങളുടെ ശാസ്ത്രം. മനസ്സിലായില്ല? വളരെ എളുപ്പമാണ്. ഉടനെ ശാസ്ത്രജ്ഞൻ വിവരം അറിയിച്ചു, കാക്കകൾ ക്ഷയരോഗാണുക്കൾ വഹിക്കുന്നവരാണ്. മനുഷ്യനെ കൊല്ലുന്ന കാക്കയ്ക്കും മനുഷ്യനും ഈ ഭൂമിയിൽ ഒരേ അവകാശം കൊടുത്ത ഒടേതമ്പുരാന്റെ സങ്കല്പത്തിനു പകരം ശാസ്ത്രജ്ഞന്റെ സങ്കല്പം കാമമായി ഭരണാധികാരിയുടെ ക്രോധമായി പൊട്ടി വിടർന്നപ്പോൾ ഒരു ഉത്തരവിട്ടു, ലോകത്തുള്ള കാക്കകളെ മുഴുവൻ കൊല്ലുക. ശരിയല്ല. ഇതിനാ ഇവൻ വിഷയം ധ്യാനിച്ച് ഇത്രയും ഗവേഷണം ചെയ്തത്. കാക്കയെ കൊന്നു കഴിഞ്ഞപ്പോൾ ക്ഷയം കൂടി. അപ്പൊ വേറൊരുത്തൻ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഗവേഷണം ചെയ്തു. ക്ഷയരോഗ അണുക്കളെ മനുഷ്യന് പടരാതെ ഒതുക്കി നിർത്തിയത് കാക്കയാണ്. അവൻ വിഷയം ധ്യാനിച്ച് ഇങ്ങനെ കണ്ടുപിടിച്ചു. മനസ്സിലായില്ല? ഉടനെ ഭരണാധികാരി കാമം ക്രോധമായി വളർന്ന് ആദ്യത്തെയാളിനെ ഉത്തരവിട്ടത് അവൻ പറഞ്ഞിട്ടാണ്. ഉദ്യോഗസ്ഥനാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. ഭരണാധികാരി ഒരിക്കലും ശിക്ഷയ്ക്ക് വിധേയനാകേണ്ടവനല്ല. അവൻ എന്നും ഭരണാധികാരിയാണ്. ആ കാക്കയെ കൊല്ലാൻ ഉത്തരവിടാൻ കാരണമായ കണ്ടുപിടുത്തം നടത്തിയവനെ കറണ്ടടിപ്പിച്ചു കൊല്ലുക, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുക. പുതുതായി കാക്കയെ സൃഷ്ടിക്കാനുള്ള ജനിതകങ്ങളെ രൂപപ്പെടുത്തുക. ഈശ്വരൻ സൃഷ്ടിച്ച കാക്ക ഈ അണുക്കളെ പിടിക്കുന്നവയാണ്. ഇവൻ പുതുതായി ജനിതക കലയിൽ നിന്ന് ക്ഷയരോഗമുള്ള മനുഷ്യനിൽ നിന്ന് പ്രത്യേക ജനിതക സ്മൃതികൾ എടുത്ത് മനുഷ്യ ജനിതകങ്ങളോടുകൂടിയ കാക്കയെ സൃഷ്ടിക്കുന്നു. ബോധമുള്ള കാക്കയെ. മനസ്സിലായില്ല? ഈ കാക്ക ജനിതക വിഭ്രമത്തിന്റെ ലോകങ്ങളെ പടർത്തി മാനവ ജീവിതം അസാധ്യമാക്കുന്നു. ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇവന്റെ വിഷയധ്യാനത്തിന്റെ പരിണത രൂപങ്ങളാണ്. അതുണ്ടാക്കുന്ന കാമങ്ങളാണ് ഹിംസകളായി പരിണമിക്കുന്നത്. മാനവ ജീവിതത്തിന്റെ സ്വച്ഛന്തതകളെ ഇത് തകർക്കുന്നതാണ്. സ്വസ്ഥതകളെ ഇത് ഇല്ലാതാക്കുന്നതാണ്. എന്റെ ജീവിതം പോലെയാണ് ഒരു കൊതുകിന്റെ ജീവിതം, എന്റെ ജീവിതം പോലെയാണ് ഒരു പട്ടിയുടെ ജീവിതം, എന്റെ ജീവിതം പോലെയാണ് ഒരു പശുവിന്റെ ജീവിതം എന്നറിഞ്ഞ് എനിക്കും അവനും ഒരുപോലെയാണ് ഈ ഭൂമിയിലുള്ള അവകാശമെന്നറിഞ്ഞ് മനുഷ്യൻ വെട്ടിപ്പിടിച്ചതും തണ്ടപ്പേർ രജിസ്റ്റർ ചെയ്തതുമായ അവകാശങ്ങളൊന്നും ആ ഒടേതമ്പുരാന്റെ നിയമത്തിനുള്ളിൽ ഇല്ലെന്ന് മനസ്സിലാക്കി മര്യാദയോടുകൂടി അഹിംസാലുവായി പരസ്പരം സ്നേഹിച്ച് പരസ്പരം ആഹരിച്ച് ഒന്ന് മറ്റൊന്നിന് ആഹാരമായി ആഹാരത്തിന് മാത്രം സ്വീകരിച്ച് മര്യാദയോടുകൂടി ജീവിക്കുമ്പോൾ ഒന്നും വേറൊന്നിനെ ആക്രമിക്കുവാനുള്ള ബദ്ധതയോടുകൂടി രൂപാന്തരപ്പെടാതിരിക്കുമ്പോൾ മനുഷ്യൻ വാഹനം മേടിച്ച് വഴിയിലൂടെ ഓടുമ്പോൾ എറണാകുളത്തെ തെരുവീതിയിലൂടെ അടിച്ചു പറത്തി പോകുമ്പോൾ ഞാൻ ഓടുന്ന റോഡിൽ കാക്ക പോകരുത്, പട്ടി പോകരുത്, പൂച്ച പോകരുതെന്ന് തീരുമാനിച്ച് അവന്റെ വർഗത്തിൻ്റെതായ വർണ്ണചിത്രങ്ങൾ വിരചിച്ച് കടന്നു പോകുമ്പോൾ അവൻ ഓടിക്കുന്ന വണ്ടിയുടെ
ടയറിൽപ്പെട്ട് ഒരു പട്ടി ചാകുമ്പോൾ, ഒരു പൂച്ച ചാകുമ്പോൾ അതിൽ നിന്ന് അസ്നാവിരം ഒടേതമ്പുരാന്റെ ബോധം ഇതര പട്ടികളിലേക്ക് കടക്കുമ്പോൾ, ഏത് വണ്ടി പോകുമ്പോഴും എല്ലാ പട്ടിയും, ഏത് ബൈക്കായാലും സ്കൂട്ടറായാലും കാറായാലും മനുഷ്യൻ ഓടിക്കുന്നതെല്ലാം തന്റെ വർഗത്തിന്റെ വിനാശമാണെന്നറിഞ്ഞ് പുറകെ ഓടി വന്ന് ചാടിക്കേറി നിങ്ങളെ കടിക്കുന്നു. അതിന് പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേരെ കടിച്ചു കയറുന്നു. നിങ്ങൾ എത്ര പട്ടിയെ കൊല്ലുന്നു അത്രത്തോളം പട്ടി ക്രൂരമാകുന്നു. നിങ്ങൾ എത്ര കൊതുകിനെ കൊല്ലുന്നു അത്രത്തോളം നിങ്ങളെ അവനും ആക്രമിക്കുന്നു. നോ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിന് തലയിൽ ആളിരിപ്പുണ്ടാകണം. അഹിംസയും ഹിംസയും തമ്മിൽ ഈ ദൂരമുണ്ട്. പ്രകൃതി ഹിംസയെ ഏറ്റുവാങ്ങുന്നത് ഇങ്ങനെയാണ്. ഒന്നാം ഭാഗയായുള്ളൂ യജ്ഞകർമ്മം പറയുമ്പോൾ. നമ്മൾ കുറെ ദിവസമായും തോന്നുന്നു ഇതും വെച്ചിങ്ങനെ കളിക്കുന്നു, എങ്ങൊന്നും എത്തുന്നുമില്ല. രണ്ടാം ഭാഗം ഹിംസിക്കപ്പെടുന്നവന്റെയും ഹിംസിക്കുന്നവന്റെയും ജനിതകങ്ങൾക്ക് എന്ത് സംഭവിക്കും? ജനിതകങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ്. ഭഗവത്ഗീതയിൽ നിന്ന് പറയുകയാണെങ്കിൽ പറയേണ്ടത് വരാനിരിക്കുന്ന ജന്മങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഗീത വിശേഷാർത്ഥത്തിൽ പുനർജന്മത്തെ അംഗീകരിക്കുകയും സാമാന്യ അർത്ഥത്തിൽ നിഷേധിക്കുകയും ചെയ്യുമ്പോൾ, ഭഗവത്ഗീത സൈദ്ധാന്തികമായി പുനർജന്മത്തെ അംഗീകരിക്കുന്നില്ല, അപവാദമായി പുനർജന്മത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു. മനസ്സിലായില്ല? തിരിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഹിന്ദുക്കൾ പുനർജന്മ വിശ്വാസികളാണ്. വിശ്വാസം ആർക്കാ വേണ്ട? നിങ്ങളുടെ പുനർജന്മം ഉണ്ടോ ഇല്ലയോ എന്നല്ലേ അറിയണ്ടേ? സൈദ്ധാന്തിക തലത്തിൽ സനാതന ഗ്രന്ഥങ്ങൾ പുനർജന്മത്തെ അംഗീകരിക്കുന്നില്ല. ഇത് വേറിട്ട് മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ 2-ാം അധ്യായത്തിൽ, എന്നിട്ടും മറന്നുപോയി. സൈദ്ധാന്തിക തലത്തിൽ പുനർജന്മമില്ല. അതല്ലേ പറഞ്ഞേ? അപ്പൊ പിന്നെ പുനർജന്മമുണ്ടോ? ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിത വാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ. സൈദ്ധാന്തിക തലത്തിൽ പുനർജന്മമില്ല. സിദ്ധാന്തം ആത്മാവിലാണ്. ആത്മാവിന് ജനിമരണങ്ങളില്ല. മനസ്സിലായി? പറഞ്ഞിട്ടുണ്ട്, അതിവിടെ ഓർക്കണം. ലിംഗശരീരത്തിന് ജനിമരണങ്ങളുണ്ട്, ശരീരത്തിന് പുനർജന്മമില്ല. ശരീരം പഞ്ചഭൂതങ്ങൾ ഇവിടെ ഉപേക്ഷിക്കും, കത്തിക്കും പിള്ളേരെല്ലാം കൂടെ, അല്ലെങ്കിൽ കൊണ്ട കുഴിച്ചിടും. അതിന് കിളുത്തു വരികയൊന്നുമില്ല. അല്ലാതെ അതിന് കിളുത്തു വരികയൊന്നുമില്ല. പക്ഷെ കത്തിച്ചിട്ട് അതിന്റെ സൂക്ഷ്മമായതൊക്കെ ആ ചെടികളിൽ ചാരും അതും ഒക്കെ ആയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. നിങ്ങൾ കിളുത്തു വരികയൊന്നുമില്ല. പ്രാണൻ ജഗത് പ്രാണനിലും ശരീര അംഗങ്ങൾ ഓരോന്നിലും ലയിക്കുമ്പോഴും തീരാത്ത കാമങ്ങൾ എവിടെ പോകും? ഇനി ഒരു കാമവുമില്ലാതെ എല്ലാം തൃപ്തമായി മരിക്കുന്ന എത്ര പേരുണ്ടാവും? ഉണ്ടാവുമോ ആരെങ്കിലും? ഉണ്ടാവും. പിന്നെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും. അനായാസേന മരണം ആഗ്രഹിക്കുന്ന, ഇനി ഒന്നും ചെയ്തു വെക്കാനില്ലാത്ത, ഇനിയും ജന്മം ഉണ്ടെങ്കിലും വിരോധമില്ലാത്ത, ഇല്ലെങ്കിലും വിരോധമില്ലാത്ത, ഇനിയും ജന്മം ഉണ്ടായാലും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്ന ഒക്കെ ആളുകളുണ്ടാവും. അങ്ങനെയുണ്ടാവും. ജന്മമേ അങ്ങനെയുള്ളവരുണ്ടാവും. അവർക്ക് ജനനവും മരണമൊന്നുമില്ല. പലരും ഉണ്ടാവും.
നമ്മളൊരു പേര് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ തമ്മിൽ വഴക്കുണ്ടാവും. എന്തിനീ വല്ലവരുടെയൊക്കെ പേര് നമ്മൾ പറയുന്നു? ആരെങ്കിലും ഒക്കെ അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ ആരുണ്ടാവുമെന്ന് വിശ്വസിച്ചാലും എനിക്ക് വിരോധമില്ല. അവരൊക്കെ അങ്ങനെയാണെന്ന് നിങ്ങളങ്ങ് വിശ്വസിച്ചോളൂ. ഞാൻ സർട്ടിഫൈ ചെയ്യില്ല എന്ന് മാത്രം. കാരണം അതിൻ്റെ അതോറിറ്റി ഞാനല്ല. അതുകൊണ്ടാണ്. എനിക്ക് വിരോധമുള്ളതുകൊണ്ടല്ല. എനിക്ക് അതോറിറ്റി തരാത്ത കാര്യങ്ങൾക്ക് ഒപ്പിട്ടിട്ട് അതൊരു തരം കള്ള സർട്ടിഫിക്കറ്റാണ്. മനസ്സിലായില്ല? അത്രേ ഉള്ളൂ എൻ്റെ പ്രശ്നം. അല്ല, നിങ്ങൾ പറയുന്ന പേരിനോടൊന്നും എനിക്ക് വിരോധമില്ല. അവരൊക്കെ അങ്ങനെ ആയാൽ എനിക്കെന്ത് നഷ്ടം? ഞാനാകുമോ അല്ലയോ എന്നുള്ളത് അന്വേഷിച്ച് ഞാൻ നടക്കുക. അതിനിടയ്ക്കും ഇവരൊക്കെ ആയാലും ആയില്ലെങ്കിലും എനിക്ക് ഒരു ചുക്കുമില്ല, ചുണ്ണാൻ പോകും. അവിടെ ദയവ് ചെയ്ത് എന്നെ കൊണ്ട് ഒപ്പിടിയിക്കാൻ ഒരുങ്ങി. നിങ്ങൾ പറയുന്ന ഒരു പേരും എനിക്ക് വിരോധമില്ല. ഇല്ല, അതെനിക്ക് പേടിയില്ല. കാരണം ക്രൂശിക്കാനാവില്ല. അതുകൊണ്ടല്ല ഒപ്പിടുകയില്ലാന്ന്. ഇതിന്റെ അതോറിറ്റി ഞാനല്ലാത്തതുകൊണ്ടാണ്. എന്റേതല്ലാത്ത കർമ്മങ്ങളൊക്കെ എന്റെയാണെന്ന് വിചാരിക്കുന്നത് ഒരുതരം വല്ലാത്ത അജ്ഞാനമാണ്. അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആളിനെ കാണുക. അവരാകുമ്പോൾ എല്ലാത്തിനും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവരാണ്. പിന്നെ അവർ ചിലപ്പോൾ വിളിച്ചു പറയും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട്. ഞാനൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്, കണക്കാക്കണ്ട, ശല്യം കൊണ്ട. ഇല്ലേ? അങ്ങനല്ലേ എന്റെ? പിന്നെ ചിലർക്ക് ചില പ്രത്യേക മഷിയുള്ള പേനയുണ്ട്. അതുകൊണ്ട് ഒപ്പിട്ടാലേ അവിടെ കൊണ്ടുചെല്ലുമ്പോൾ ശരിയാവുള്ളൂ. അത് ഏതെങ്കിലും പച്ചയോ ചുവപ്പോ കറുപ്പോ അതിനും ഞാൻ ഒപ്പിടുന്നില്ല. നിങ്ങൾ ആളുകൾ കൊള്ളായതാണ്. നിങ്ങൾ ചരടെ പിടിച്ചു നോക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ചിലരങ്ങനെയുണ്ട്. എല്ലാ കാമങ്ങളും തീർന്നവർ, ആപ്ത കാമന്മാർ, അകാമന്മാർ. അവരെ കാണുന്നതൊക്കെ സുഖമാണ്. കാരണം വളരെ ഇതായിട്ടുള്ള തൊഴിലാളികൾ വരെ ഉണ്ടാവും. ഒരു സാധനം കിട്ടുമ്പോൾ മതി എന്ന് പറയുന്ന ആളുകൾ കണ്ടിട്ടുണ്ടാവും വളരെ അപൂർവം. എല്ലാം ഉണ്ടെങ്കിലും പോരാന്ന് വഴക്കുണ്ടാക്കുന്നവരും കാണും. 12 കൂട്ടമായിട്ട് ഭാര്യ കറി വെച്ച് വെച്ചാൽ ഒരു മുളക് പൊട്ടിച്ചില്ലെന്ന് ചോദിക്കുന്ന വീരന്മാർ. എന്ത് കഞ്ഞി, നീ ഒരു മുളക് പൊട്ടിച്ചില്ല ഇതുവരെ? പിന്നെ സമാനിപ്പിക്കാൻ വലിയ പാടാണ്. നിങ്ങളുടെ കൂടെയൊക്കെ തന്നെ ഉണ്ട്. എടുത്തെറിയുകയും വെള്ളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. വളരെ ഈ കൊണ്ട വെച്ചതിലൊന്നും പ്രാപ്തമായതൊന്നും അവന് തൃപ്തിയായിട്ടില്ല. അപ്രാപ്തമേതോ അതിലാണ് അവൻ്റെ. സ്വാമിയെ കൊണ്ടുപോകാൻ വണ്ടിയും കൊണ്ടുവന്നു. ഒരു പഴയ മാരുതി, അതിനകത്ത് കയറാൻ ഒരു 8 പേരും എൻ്റെ മുന്നിൽ. 9ാമത് സാധനം. കയറടോ എന്ന് പറഞ്ഞ എല്ലാത്തിനും കയറ്റി സ്വാമിയും കയറിയിരിക്കാൻ കിട്ടിയതിൽ തൃപ്തിയില്ല. ഇതുകൊണ്ടാ വന്നിരിക്കുന്നത്. ക്വാളിറ്റീസ് ഇല്ലേ? മനസ്സിലായില്ല? അപ്രാപ്തത്തിലാണ് പലരുടെയും സുഖം. ആ അപ്രാപ്തത്തിലെ സുഖം കാക്ഷിക്കുമ്പോൾ ആ കാക്ഷിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാത്ത ഭാവതലമുള്ള ശരീരം, സൂക്ഷ്മ ശരീരം എന്തു ചെയ്യും? ചോദ്യം മനസ്സിലായി? ആ ശരീരം ഈ ജഗത്തിൽ എങ്ങനെ അലയും? അതിന് പുനർജനിച്ചേ മതിയാവൂ. ആ ലിംഗ ശരീരമായി പുനർജനിക്കുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇത് വീണ്ടും പുനർജനിക്കുമ്പോൾ ഇന്നത്തെ ആഗ്രഹങ്ങൾ അന്ന് മുമ്പിൽ കിട്ടുമ്പോൾ അന്നും അപ്രാപ്തത്തിലാ സുഖം. യാതൊരുവൻ പ്രാപ്തത്തെ മനസ്സിലാക്കി പ്രാപ്തമെന്റെ പൂർവകാലീനമായ അപ്രാപ്തമായിരുന്നുവെന്നും അതാഗ്രഹിച്ചിട്ടാണ് ഈ ശരീരം ഞാൻ എടുത്തതെന്നും ഇത് സ്വച്ഛന്തമായി തിന്നു തീർക്കലാണ് ഭംഗിയെന്നും ഇനിയും അപ്രാപ്തത്തെ പിടിക്കാതിരിക്കലാണ് ജീവിതമെന്നും യാതൊരുവൻ അറിയുന്നുവോ അവൻ അറിയുന്നു.
സ്വച്ഛന്തം തന്റെ മുമ്പിൽ വരുന്നതെല്ലാം താൻ ആഗ്രഹിച്ചിരുന്നതാണെന്നും അതാണ് കോശങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അതിനാണ് ശരീരം തയ്യാറെടുത്തിരിക്കുന്നതെന്നും ഈ ശരീരം തൃപ്തികരമാകുന്നത് ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഈ അനുഭവത്തിലാണെന്നും കൊണ്ടുവാ എന്നും പറയാൻ. മനസ്സിലായില്ല? ഇത് താൻ നാൻ എന്ന് പറയാൻ പറ്റുന്നവൻ ജീവിക്കുന്നു. അതല്ലാത്തവൻ ജനിമരണങ്ങളുടെ ചക്രത്തിൽ ഞെരുങ്ങുന്നു. ഇതാണ് ഗീതയുടെ പുനർജന്മ സങ്കേതം. ലിംഗശരീരമാണ് പുനർജനിക്കുന്നത്, ശരീരമല്ല, ആത്മാവുമല്ല. എല്ലാ ശരീരങ്ങളും പുനർജനിക്കും ഈ തലത്തിൽ, അല്ലാതെ ജനിക്കില്ല. ബൈബിളും ഇതിനെ ശരിവെക്കുന്നു. ഇവിടെ ഗീതയും ബൈബിളും ഒന്നും അഭിപ്രായ വ്യത്യാസമില്ല. ആത്മാവിന് പുനർജന്മമില്ല എന്ന് ബൈബിൾ ഉറച്ചു പറയുന്നു. ലിംഗശരീരം പുനർജനിക്കുമെന്ന് കേസറിയയിൽ വെച്ച് ക്രിസ്തു തന്റെ മുമ്പിലിരുന്ന ആളുകളോട് പറയുന്നു. കേസറിയയിൽ ക്രിസ്തു പ്രസംഗിക്കുമ്പോൾ ജയിലിൽ, സലോമിയുടെ ജയിലിൽ കിടക്കുന്ന സ്നാപകൻ കുറെ പേരെ അയക്കുന്നു, വരാനിരിക്കുന്നവൻ അവനാണോ എന്നറിയാൻ. അവരെ നോക്കിയിട്ട് ക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്ത് കാണാൻ വന്നു? കാറ്റത്താടുന്ന ഞാങ്ങണയോ? നിങ്ങൾ കാണുന്നില്ലേ? അന്ധർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു. നിങ്ങളെ പറഞ്ഞുവിട്ടവനോട് നിങ്ങൾ ചെന്ന് പറയുവിൻ, ഏലിയാ നിവിയുടെ ആത്മാവോടും ശരീരത്തോടും കൂടി ഏലീശയിൽ ജനിച്ചവനാണ് അവനെന്ന്. ഏലിയാ നിവിയ പഴയ നിയമത്തിലെ ദിവ്യനാണ്. സ്നാപകൻ ഇപ്പോഴുള്ളവനാണ്. ഏലിയാ നിവിയ സ്നാപകനായി വന്നു എന്ന് പറഞ്ഞാൽ തീരാത്ത കർമ്മങ്ങളുടെ ആഗ്രഹങ്ങളെ തീർക്കാൻ, എന്റെ വരവിനായി കാത്തിരിക്കുവാൻ പുനർജനിക്കേണ്ടി വന്നവനാണ് അവനെന്ന് അവനോട് ചെന്ന് പറയുവിൻ എന്ന് പറയുമ്പോൾ ബിബ്ലിക്കലായി പുനർജന്മമുണ്ട്. ബൈബിള് വായിച്ചിട്ടുണ്ടോ? ഇല്ല. ബൈബിള് വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഉണ്ട്. പറഞ്ഞത് ശരിയാണോ? ഭാഗമുണ്ടോ? അതുകൊണ്ട് പുനർജന്മം എന്ന് പറയുന്നത് ആത്മാവിനല്ല. സൈദ്ധാന്തികമായി സനാതനധർമ്മത്തിൽ ഒരിടത്തും പുനർജന്മത്തെ അംഗീകരിക്കുന്നില്ല. അപവാദമായി എക്സെപ്ഷൻ ലിംഗശരീരത്തിന് പുനർജന്മം അംഗീകരിക്കുന്നു. ഇതാണ് സത്യമെങ്കിൽ നിങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ, നിങ്ങൾ ഹിംസിക്കുമ്പോൾ, നിങ്ങൾ അടരാടുമ്പോൾ ഹിംസിക്കപ്പെടുന്നവൻ, ഹിംസിക്കുന്നവൻ, ഹിംസ കാണുന്നവൻ, ഹിംസ നടക്കുന്ന അന്തരാളങ്ങളിലെ സത്യജാലങ്ങളും ജന്തുജാലങ്ങളും ആ ഹിംസയിൽ നിന്ന് ഉളവാകുന്ന മാനസിക പ്രകൃതിയും വാക്പ്രകൃതിയും ശരീരപ്രകൃതിയുമായി മരിച്ചടങ്ങുമ്പോൾ അവിടെ ഉദ്ഭൂതമായ ആഗ്രഹങ്ങൾ എവിടെ പുനർജനിക്കും? ചോദ്യം മനസ്സിലായില്ല. നിന്നെ ഞാൻ കൊല്ലുമെന്ന് കർണൻ അർജുനനോട് പറഞ്ഞുകൊണ്ട് മരിക്കുമ്പോൾ അർജുനനെ കൊല്ലാൻ ആഗ്രഹിച്ച കർണന് തന്റെ ആഗ്രഹം തീർക്കാനാകാതെ ആ ആഗ്രഹങ്ങളോട് കൂടിയ ലിംഗശരീരം എന്തു ചെയ്യും? മരണസമയത്തെ ആഗ്രഹമാണ്.
മരിക്കുന്ന സമയത്ത് തമ്മിൽ തല്ലി കൊല്ലുമ്പോൾ ഒരാൾ ആഗ്രഹിച്ച കൊലപാതകം നടക്കുകയും അതിൽ നിന്ന് മറ്റേയാൾ തിരിച്ചു കൊല്ലാൻ ആഗ്രഹിക്കുമ്പോൾ അയാൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ ആഗ്രഹങ്ങൾക്ക് എന്തു സംഭവിക്കും? കൊല്ലപ്പെടുന്നവൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞ് കൊന്നവൻ ജീവിച്ചിരിക്കുമ്പോൾ താൻ ചെയ്തു കൂട്ടിയ ഹിംസയ്ക്ക് അവൻ പ്രതികാരം ചെയ്തില്ലല്ലോ എന്ന് ഓർമ്മിക്കുകയും അവന്റെ ജീവിതകാലത്ത് അവൻ തനിക്ക് ചെയ്തു തന്നത് അത്രയും സ്നേഹമാണെന്നറിയുകയും അവന്റെ തലോടലിനാണ് അവനെ കൊന്നത് എന്ന് ഓർമ്മിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ കൈകൊണ്ടൊരു തല്ലെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് മരിക്കുന്നവൻ എന്ത് ചെയ്യും? അതിനൊരു സാധ്യതയുണ്ടോ യുദ്ധത്തിൽ? മടിയിലെടുത്ത് വെച്ചൂട്ടിയ ഭീഷ്മൻ മരിക്കുമ്പോൾ, ആചാര്യ ദ്രോണൻ മരിക്കുമ്പോൾ, വസ്ത്രാക്ഷേപ വേളയിലും കീചക സന്നിവേശ വേളയിലുമെല്ലാം രംഗപ്രവേശം ചെയ്യുന്ന തങ്ങൾക്ക് അനുകൂലങ്ങളായ പലരും ഇന്ന് യുദ്ധക്കളത്തിൽ തങ്ങൾക്കെതിരായി നിൽപ്പുണ്ട്. പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിൽ തങ്ങൾക്ക് വേണ്ടി വാദിച്ച ധൃതരാഷ്ട്രപുത്രനായ വികർണൻ, അയാളെയും തച്ചു കൊല്ലുമ്പോൾ ധൃതരാഷ്ട്രന്റെ പുത്രനായിപ്പോയി എന്ന ഒറ്റ കാരണത്തിന് അടിച്ചു കൊല്ലുമ്പോൾ ഹിംസകനായ ഭീമസേനന്റെ അന്തരംഗങ്ങളിൽ ആ വികർണൻ കോശാന്തരങ്ങളെ വേദനിപ്പിച്ചൊരു ഭാവമായി നിലകൊള്ളുന്നുണ്ടാവുമോ? ഇല്ല. ഹിംസകൻ ഹിംസയ്ക്കു ശേഷം ഹിംസിക്കപ്പെടുന്നവനായി തരം താണാണ് വിജയങ്ങൾ ആഘോഷിക്കുന്നതെങ്കിൽ എല്ലാ ഹിംസയുടെ ആഘോഷങ്ങളും തരം താണ ആഘോഷങ്ങൾ മാത്രമാണ്. അജ്ഞാനം കൊണ്ട് മറഞ്ഞവന് മാത്രമേ പക്ഷപാതം കൊണ്ട് ഹിംസയുടെ തലങ്ങളിൽ വിജയത്തിന്റെ ആർത്തട്ടഹാസങ്ങൾ കേൾക്കാൻ കഴിയൂ. റൈറ്റ്. എല്ലാ വിജയിയും ദാർശനികാർത്ഥത്തിൽ പരാജിതനാണ്. ഏത് വിജയവും ആരുടെ മേൽ നിങ്ങൾ അക്രാമികമായി നേടുന്ന വാഗ്യുദ്ധങ്ങളിൽ, ശാരീരിക യുദ്ധങ്ങളിൽ, ആയുധവർഷങ്ങളിൽ, പണ്ഡിതോചിതമായ തർക്കവിതർക്കങ്ങളിൽ പോലും പരാജയപ്പെടുന്നവന്റെ അന്തരംഗം വിജയിയെ ആക്രമിച്ച് കീഴടങ്ങിക്കഴിഞ്ഞ് മാത്രമേ വിജയിക്ക് തന്റെ വിജയം ആഘോഷിക്കാൻ കഴിയൂ. ചരിത്രപരമായ ഏറ്റവും വലിയ സത്യം ഈ ദർശനം മാത്രമാണ്.
ഏതെങ്കിലും ഭേദഗതി? ഞാൻ ഉപയോഗിച്ച വാക്കുകൾക്ക് എന്തെങ്കിലും ഭേദഗതി അന്തരംഗത്തിൽ നിന്ന് വരുമെങ്കിൽ പറയാം. ചരിത്ര സാപേക്ഷ്യങ്ങളിലുണ്ടെങ്കിൽ പറയാം. ഉത്തരം നിങ്ങളുടെ എല്ലാ വിജയങ്ങളും പരാജിതന്റെ ദുഃഖം കൊണ്ട് അഭിഷേകം ചെയ്തതാണ്. നിങ്ങൾ ഉയർത്തിക്കെട്ടുന്ന എല്ലാ കൊടിയും നിങ്ങൾ പരാജയപ്പെടുത്തിയവന്റെ ഉയർത്തിക്കെട്ടിയ കരിങ്കൊടിക്ക് താഴെ പകുതിയായി കെട്ടിയവയാണ്. നിങ്ങൾക്ക് സമ്മതമില്ലാത്ത കാര്യങ്ങളാണ് ഞാനീ പറയുന്നതൊക്കെ. പക്ഷെ നിങ്ങൾക്ക് സമ്മതിച്ചു പോകാതെ വയ്യ. എന്താ ടീച്ചറെ ചിരിക്കുന്നത്? സമ്മതിക്കുക, അല്ലാതെ എന്ത് ചെയ്യും? അവിടെയാണ് ചോദ്യം വരുന്നത്. ആ യുദ്ധക്കളത്തിൽ വെച്ച് മരിക്കുന്നവന്റെയും കൊല്ലുന്നവന്റെയും മരണസമയത്ത് ആ ജനിതകങ്ങൾക്ക് പുനർജന്മം തേടുന്ന, പുനരാവൃത്തി തേടുന്ന ആ ജനിതകങ്ങൾക്ക് എന്ത് സംഭവിക്കും? അവ വരാനിരിക്കുന്ന യുദ്ധങ്ങൾക്ക് വഴിമരുന്നായിത്തീരുമോ? ലോകത്തെ ഏതെങ്കിലും ഒരു യുദ്ധം അതോടുകൂടി അവസാനിക്കുമോ? അവസാനിക്കാത്ത യുദ്ധങ്ങളുടെ ആരംഭമായിത്തീരുമോ? A war is the mother of all wars. ശരിയല്ല? മനുഷ്യന്റെ അന്തരംഗത്തിലൊരു പകയുടെ ബീജം പ്രത്യക്ഷപ്പെട്ടാൽ അത് വൈയക്തിക തലങ്ങളെ വിട്ട് കുടുംബതലങ്ങളിൽ കയറിയിറങ്ങി സാമൂഹിക തലങ്ങളിൽ കത്തിക്കാളി വിശ്വതലങ്ങളിൽ പ്രകടമാകുന്നതാണ്. അതുകൊണ്ട് മനുഷ്യ, നിന്റെ അന്തരംഗം ഹിംസ കൊണ്ട് ജാജ്വല്യമാനമാകാതിരിക്കട്ടെ. അനവദ്യസുന്ദരമായ നിന്റെ ആത്മാവ് സച്ചിദാനന്ദത്തിന്റെ വിളഭൂമിയായിരിക്കട്ടെ. അഹിംസയുടെ കേളീരംഗമായിരിക്കട്ടെ. ഇതാഗ്രഹിച്ച അസ്മാദൃശരായ ദാർശനികന്മാരുടെ, ഋഷിമാരുടെ അന്തരംഗ ചോദനയിലെ പ്രഫുല്ലമായ പുഷ്പമാണ് ഭഗവത്ഗീത. അതുകൊണ്ട് ഇവിടെ വളരെ സ്പഷ്ടമായിട്ടാണ് ഈ സൈദ്ധാന്തിക ശ്ലോകത്തിൽ, കർമ്മയോഗത്തിന്റെ സൈദ്ധാന്തിക ചാതുരി പ്രകടമാകുന്ന ശ്ലോകത്തിൽ യജ്ഞാർത്ഥാത് കർമ്മണഃ അന്യത്ര കർമ്മണഃ അയം ലോകഃ ബന്ധനഃ. യജ്ഞാർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. ഹേ അർജുന, യജ്ഞാർത്ഥം മുക്തസംഗനാൽ നീ കർമ്മം ചെയ്യുക. ഇതാ കർമ്മയോഗം. ഇതിലെവിടെയാണ് യുദ്ധം? ഒന്നും രണ്ടും അധ്യായം പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വിചാരം ഉണ്ടായിരുന്നു. 3 വരുമ്പോ സ്വാമി കാലിടറി പറയും യുദ്ധം ചെയ്യാൻ. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ.
3-ാം അധ്യായത്തിൽ കർമ്മയോഗത്തില് അതിന്റെ സൈദ്ധാന്തിക തഥ്യയില് ഭഗവാൻ അർജുനനോട് പറയുന്നത്, യജ്ഞാർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര, സമ്യക്കായി ആചരിക്കൂ. ഇതിലെ പദങ്ങളെല്ലാം ഗംഭീരമാണ്. സമ്യക്കായി ആചരിക്കൂ, മുക്തസംഗനായി ആചരിക്കൂ, യജ്ഞാർത്ഥമാചരിക്കൂ. വളരെ പ്രസ്പഷ്ടമായി പറഞ്ഞിരിക്കുകയാണ്. ഇനി ഈ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ പറയാനൊരു കാരണം വേണമല്ലോ. 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഏത് വിഷയം ധ്യാനിച്ചാലും ധ്യാനം സംഘത്തിലെത്തും. സംഘം ഉണ്ടായാൽ കാമം ഉണ്ടാവും. എല്ലാ സംഘങ്ങളുടെയും ഹിഡൻ അജണ്ടയാണ് കാമം. കാമം വരാതിരിക്കാൻ സൂര്യപ്രകാശത്തിൽ മാത്രമേ ജീവിക്കാവൂ. ഏത് സൂര്യന്റെ? പൂഷാവായ ആത്മസൂര്യന്റെ. യാതൊരുവൻ ആത്മസൂര്യന്റെ പ്രതിച്ഛായയിൽ മാത്രം നിൽക്കുന്നുവോ, വിഷയങ്ങളുടെ ഛായാപടങ്ങളിൽ നിൽക്കാതിരിക്കുന്നുവോ, അവൻ സുതാര്യനാകുന്നു. ഏത് കർമ്മത്തിലേക്ക് പോകുമ്പോഴും കർമ്മത്തിന്റെ പ്രേരണ ആത്മനിർവൃതി എന്നുള്ളത് വിട്ടാൽ കർമ്മയജ്ഞമല്ലാതായിത്തീരും. ഇൻസെന്റീവ്സ്, പേ, പ്രൊമോഷൻ, പ്രോസ്പെക്ട്, ആധുനിക ലോകം പകാരത്രയത്തിലാണ് കർമ്മബന്ധങ്ങളെ കാണുന്നത്. പകാരത്രയം. പേ, പ്രൊമോഷൻ ആൻഡ് പ്രോസ്പെക്ട്. ആധുനിക ജീവികൾക്ക് സസ്റ്റൈനൻസ് പോലുമില്ല കർമ്മത്തിൽ. ഒരു കർമ്മവും അവന്റെയല്ല, ശമ്പളവും കിമ്പളവും മാത്രം അവന്റെയാണ്. ആധുനിക യുവത്വത്തെ എടുത്താൽ അവൻ ഒരു ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചെത്തി അതിന്റെ കാറ്ററിംഗാ പഠിച്ചിരിക്കുന്നതെങ്കിൽ അവന്റെ മൊബൈൽ ചപ്പാത്തി രണ്ടാമത്തത് മറിച്ചിടുമ്പോഴാണ് മറ്റൊരു ഹോട്ടലിൽ നിന്ന് 1000 രൂപ കൂടുതൽ കിട്ടുന്നുവെന്ന് പറഞ്ഞാൽ അത് അവിടെ ഇട്ടിട്ട് അവൻ ബാഗും എടുത്ത് മാനേജരോട് സ്ഥലവും പറഞ്ഞ് സ്ഥലം വഴി നടത്താം. ആ മാവിനോടോ ആ ചപ്പാത്തി കല്ലിനോടോ അത് തിന്നാൻ വന്നിരിക്കുന്നവരോടോ ആ കൂടെ ജോലി ചെയ്യുന്നവരോടോ ഒന്നുമില്ല. അവന് കിട്ടിയ 1000 രൂപയോട് മാത്രം പ്രതിബദ്ധതയുള്ള ലോകം. എന്റെ എക്സാമ്പിൾ ശരിയല്ല. ഒന്നിനോടും പ്രതിബദ്ധതയില്ല. ഇത്രയും നല്ല വേദാന്തി. വേദാന്ത്. വടക്കേന്ത്യക്കാര് വേദാന്തം എന്നാ പറയാ. വേദാന്ത്, ബിനാദാന്ത്, പല്ലില്ലാത്ത. വടക്കേന്ത്യക്കാർക്ക് വായും ബായും ഒരുപോലെ. അപ്പൊ അതുകൊണ്ട് അവർ പറയും ഹിന്ദിയിൽ വേദാന്തം. മനസ്സിലായില്ല? വേദാന്ത് അച്ഛാഹെ. കാരണം ഇനിയൊന്നും കടിച്ചു പറിക്കണ്ടല്ലോ. അതുകൊണ്ട് അവന്റെ ജീവിതത്തിന് സസ്റ്റൈനൻസ് ഇല്ല. ഇത് നിങ്ങൾ എവിടെയും പോയി നോക്കാം. ഓരോ സമയത്തും ഇങ്ങനെ തന്നെയാണ്. കാമം
എങ്ങനെയാണ് വിഷയധ്യാനം കൊണ്ട് സംഘം എങ്ങനെയാണ് പോകുന്നത്? അതിന് അച്ഛനമ്മമാരെ നോക്കിയാലും അറിയാം. പണ്ടൊക്കെ അച്ഛനും അമ്മയൊക്കെ മക്കളോട് പറയുക വിനയാന്വിതരായിരിക്കാനാണ്. റൈറ്റ്? അധ്യാപകർ പറഞ്ഞു കൊടുക്കുക വിനയാന്വിതനായി പെരുമാറാനാണ്. പുതിയ മാനേജ്മെന്റ് ടെക്നോളജിസ്റ്റുകൾ പറഞ്ഞു കൊടുക്കുക ആ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നീ ഒട്ടും വിനയം കാണിക്കരുതെന്നാണ്. കാണിച്ചാൽ നിനക്ക് പണി കിട്ടുകയല്ലെന്ന. നിന്നെ ഇന്റർവ്യൂ ചെയ്യുന്നവനേക്കാൾ വിവരം നിനക്കുണ്ടെന്നുള്ള മട്ടിൽ നീ ചൂടായാലേ നിനക്ക് പണി കിട്ടുന്ന. ശരിയല്ല? ശരിയല്ല? അങ്ങനെയാ പുതിയ മാനേജ്മെന്റ്. അതാണ്. നീ ഉത്തരം പറഞ്ഞാൽ മതി, ശരിയാകണമെന്നില്ല. പക്ഷെ നീ ഉത്തരം പറയുന്നതിലുള്ള രോഷമാണ് നിന്നെ ആ ജോലിക്ക് നിയമിക്കുന്നത്. അതാണ് നിന്റെ ശമ്പളത്തിന്റെ തുക നിശ്ചയിക്കുന്നത്. നീ അധ്യാപകനായി പഠിപ്പിക്കാൻ കൊള്ളുമെന്നുള്ളതല്ല നിന്റെ ശമ്പളം നിശ്ചയിക്കുന്നത്. നിനക്ക് എത്രത്തോളം പ്രൗഢിയുണ്ടെന്നുള്ളതാണ് നിന്റെ ശമ്പളത്തെ തീരുമാനിക്കുന്നത്. ശരിയല്ല? നിങ്ങളൊക്കെ സ്ഥാപനവൽകൃത ലോകങ്ങളിൽ നിന്ന് വരുന്നവരാണല്ലോ. എന്ത് സിറ്റുവേഷൻ? എന്ത് ഹാൻഡിൽ ചെയ്യാൻ? ഈ ചപ്പാത്തി മറിച്ചിരുന്നതിന് മുമ്പ് തലമിടലാ ഹാൻഡിൽ ചെയ്യും. സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ചപ്പാത്തി മറിക്കാറാകുമ്പോഴേക്ക് അടുത്ത ജോലി സ്ഥലത്തേക്ക് പോകലാണ് ഹാൻഡിലിങ്. അതിനിടയിൽ ഇവൻ മേടിച്ചു വെച്ച 100,000 സാധനമുണ്ട് ഇവൻ ഓർഡർ കൊടുത്ത്. അതൊക്കെ ഇനി വരുന്നവന് പഥ്യവും ആവില്ല. അങ്ങനെ ഇവൻ കടന്നു പോകുന്ന വഴിയിലുള്ളവനെ മുഴുവൻ ദുഃഖിപ്പിച്ചും തകർത്തെറിഞ്ഞും തൂത്തുവാരിയും കടന്നു പോകുന്നതിനാണ് വികാസം, പുരോഗതി എന്നൊക്കെ പറയുന്നത്. ആർ ദൈ വെരി ഫ്യൂ? ഒരു വളരെ കുറച്ചു പേരേ ഉള്ളൂ. കൂടുതൽ അവരല്ലേ ഇപ്പം ഇറങ്ങുന്നവരിൽ? ഇപ്പൊ ഇറങ്ങുന്ന മാന്യന്മാരെല്ലാം ഇങ്ങനെ തന്നെയല്ലേ? എന്ന് പറഞ്ഞാൽ തുടർച്ച. സങ്കേതാർത്ഥത്തിൽ സഹിക്കൽ. ഒന്നിനെ സഹിക്കാൻ കഴിയുക. പഴയ ആളുകളെ സംബന്ധിച്ചിടത്തോളം തിദിക്ഷയാണ് എഡ്യൂക്കേഷൻ. സഹനം. ലക്ഷ്യത്തിലെത്താൻ എന്തും സഹിക്കാനുള്ള കഴിവ്. നിങ്ങളിന്ന് കുട്ടികൾക്ക് അച്ഛനെയും അമ്മയും സഹിക്കാൻ കഴിയില്ല. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ കുട്ടികളെ ഇന്ന് സഹിക്കാൻ കഴിയില്ല. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനെയും സഹിക്കാൻ കഴിയില്ല. ഇവിടുന്ന് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആ ജംഗ്ഷനിൽ ആ ടൈം കാണിക്കുന്ന പോസ്റ്റിന്റെ അവിടെ ചെന്നാൽ നിങ്ങൾക്കറിയാം 3 വഴികളിൽ നിന്നും കൂടെ ആകെ കാത്തു നിൽക്കേണ്ടത് 2 മിനിറ്റാണ്. മനസ്സിലായില്ല? 2 മിനിറ്റാണ്. ആ 2 മിനിറ്റ് നിങ്ങളുടെ സഹനശേഷിയുടെ കുറവ് കൊണ്ട് 2000 വർഷം പോലെയാണ് നിങ്ങളുടെ മനസ്സ്. ശരിയല്ല? 2000 വർഷം പോലെയാ. നിങ്ങളവിടെ ആ ചോപ്പ് കാണുന്നതിന് മുമ്പ് ഓടാൻ വളരെ തത്രപ്പെട്ടായില്ലെന്ന്. ചോപ്പായി പോയാൽ നിങ്ങൾ അവിടെ ഒന്ന് നിന്ന് കഴിഞ്ഞ് അസ്വസ്ഥരാവും. നിങ്ങളുടെ കൂടെ വണ്ടിയിലിരിക്കുന്നവർ സ്വാമിമാരായാൽ പോലും അസ്വസ്ഥരാവും. ഞാൻ അന്നേരം പറഞ്ഞ വലിച്ചുവിടാൻ. സ്വാമിക്ക് ദേഷ്യം വരും. സ്പീഡാണ് ഈ ലോകം. വലിച്ചുവിടാൻ പറഞ്ഞാണ്. ഞാൻ ഓടിച്ചോളായിരുന്നു. ഡ്രൈവറെ വെച്ചിരിക്കുന്നു. നോ, എനിക്ക് ഓടിക്കാൻ അറിയാൻ മേലായിട്ടല്ല എന്ന് വിചാരിച്ചു. ഒരു തൊഴിലെന്ന് വിചാരിച്ചു തന്നാ. ശരിയല്ല? ചിലത് ഈ സമയം വരാറാകുമ്പോഴേക്കും ഇവന്റെ സ്പീഡ് കുറവാണെങ്കിൽ മാറിയില്ലെന്ന് പറഞ്ഞിട്ട് കയറി എടുക്കും. ശരിയല്ല? ഞാൻ ഓടിക്കാം. ഇതിനായി 2 മിനിറ്റിന്. രസം എന്താണെന്ന് വെച്ചാൽ ആ പച്ച മാറി മഞ്ഞ വരുമ്പോൾ ഇവനും കയറും, അടിച്ചം കയറും. അപ്പുറത്തൊരു പോലീസുകാരൻ നിർത്തിയാൽ അവനോട് തർക്കിച്ച് 1.5 മണിക്കൂർ നിൽക്കാം. ഒരു 500 രൂപ പിഴയും കൊടുക്കാം. ഒരു ദുഃഖവുമില്ല. പക്ഷെ ഇവിടെ 1 മിനിറ്റ് അവന് നിൽക്കാൻ പറ്റില്ല. യുവർ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് സസ്റ്റൈനബിൾ.
യു ആർ നോട്ട് അറ്റ് ഓൾ എഡ്യൂക്കേറ്റഡ്. ശരിയല്ല, ശരിയല്ല. യു കനോട്ട് ഈവൻ കാൽക്കുലേറ്റ് ദ ടൈം. കാരണം സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അത് 2 മിനിറ്റ് ആണെന്ന് നിങ്ങളുടെ മസ്തിഷ്കം അറിയേണ്ടതാണ്. നിങ്ങളുടെ മസ്തിഷ്കത്തിൽ സമയം പോലുമില്ല. നിങ്ങൾ വാച്ച് കെട്ടിയിട്ടാണ് അവിടെ സെക്കൻഡായിട്ട് എണ്ണം കാണിച്ചു തരുന്ന ഉപകരണങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ അസ്വസ്ഥരാകുന്നത്. വെള്ളം കോരാൻ കിടക്കുകയും പാത്രം കഴുകാൻ കിടക്കുകയും ഇനിയും സ്കൂളിൽ പോകേണ്ട കുട്ടിക്കുള്ള ആഹാരം തയ്യാറാക്കി കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൊച്ചുകുഞ്ഞിന് കുറുക്കുമുണ്ടാക്കി അതിനെ കൊണ്ടു നടന്ന് കൊടുക്കുമ്പോൾ അതിടയ്ക്കൊന്ന് കരഞ്ഞാൽ വളരെ സമചിത്തതയോടെ സമാധാനിപ്പിച്ച് തിരിച്ചു ചെന്ന് വേണം ഇതെല്ലാം ഉണ്ടാക്കാനെന്നറിയുന്ന സ്ത്രീ 8 മണിക്ക് സ്കൂളിൽ പോകേണ്ട കുട്ടിയും 10 മണിക്ക് 9 മണിക്ക് ഓഫീസിലേക്ക് പോകേണ്ടയാളും 10:30 മണിക്ക് കാപ്പി കൊടുക്കേണ്ട വേലക്കാരനും പറമ്പിൽ നിൽക്കുമ്പോഴും ആ തിരക്കിനിടയിൽ അതിനിടയിൽ ഭർത്താവിന് പല്ല് തേക്കാനുള്ള ബ്രഷും അല്ലെങ്കിൽ പല്ല് തേക്കുന്നതിന് വേണ്ടിയുള്ള ഉമുക്കിരി ഉപ്പ് ചേർത്ത് പൊടിച്ച് വെച്ചതൊന്ന് വെച്ചിട്ടില്ല എന്നോർത്ത് അയാൾ ഇപ്പോൾ വായ്ക്കോട്ടയും വിട്ട് ഏറ്റുവരുമ്പോഴേക്ക് കട്ടൻ കാപ്പി റെഡിയാക്കിയിട്ടില്ല എന്ന് ഓർക്കുമ്പോഴും ആ കുഞ്ഞിനെയും കൊണ്ട് സമചിത്തതയോടെ പോകുന്ന അവളുടെ വാച്ചില്ലാത്ത കൈകളും അവളുടെ അന്തരംഗത്തിലെ ക്ലോക്കിനെ ആസ്പദമാക്കി നീങ്ങുന്ന അവളുടെ പ്രവൃത്തിയും അവൾ എഡ്യൂക്കേറ്റഡും നിങ്ങൾ എഡ്യൂക്കേറ്റഡും അല്ല എന്നുള്ളതിന്റെ തെളിവാണ്. പട്ടിയുടെ വാല് പോലുള്ള വിദ്യാഭ്യാസം നേടിയ ജനത. മനസ്സിലായില്ല? സുനപുച്ഛമിവ വ്യർത്ഥം ജീവിതം വിദ്യയാവിന നഗുഹ്യ ഗോപനേ ശക്തം നചദംശ നിവാരണേ. മനസ്സിലായില്ല? പശുവിന് വാലുണ്ട്, അതതിന്റെ ഗുഹ്യം മറയ്ക്കും മറ്റുള്ളവർ കാണാതെ. മനസ്സിലായില്ല? വല്ല പിക്കും വന്നിരുന്നാൽ ഒരടി കൊടുത്തതിനെ കൊല്ലും, അല്ലെങ്കിൽ ഓടിച്ചു വിടും. മനസ്സിലായില്ല? പട്ടിക്ക് വാലുണ്ട്, അത് ഗുഹ്യം മറയ്ക്കുകയില്ല, ഒരു കൊതുകിനെ ഓടിക്കാൻ ശക്തിയില്ല. അതുപോലുള്ള വിദ്യാഭ്യാസം. അതിന്റെ അഹന്തയോ ലോകം നടുക്കുന്നത്. സഹിക്കുന്നുണ്ടല്ലേ? നിങ്ങൾക്ക് സസ്റ്റൈനബിലിറ്റി ഉണ്ട്, വരാതെ പറ്റുകയല്ലോ. അവർ അതിപ്പോഴും അത് മറ്റൊരു ഓർത്തില്ല. നിങ്ങളിപ്പോഴും ആലോചിക്കുന്നില്ലെന്ന് ചിലർക്ക് വല്ലാത്ത ആലോചനയില്ല. ഇതൊക്കെ വീട്ടിൽ പോയി പറയരുത്, തല്ല് പാഴ്സല. ഇവിടെ ഇരുന്ന് ഞാൻ പറയുന്ന പോലെ അല്ല. അതുകൊണ്ട് നല്ലപോലെ ആലോചിക്കാം. അർജുനനോട് പറയുമ്പോ ആ യജ്ഞം മാത്രമാണ് നീ ചെയ്യേണ്ടത്, മുക്തസംഗനായി. ഭഗവത്ഗീത 3-ാം അധ്യായത്തിലാണ് ഇത്. അപ്പൊ അതിനെല്ലാം ചേർത്ത് കൊടുക്കണം. ഗീതയിലെ ഇതര ശ്ലോകങ്ങളും കാര്യങ്ങളും ദർശനങ്ങളും വെച്ച് ഒരുവൻ മരിക്കാൻ പോകുമ്പോൾ യം യം വാവി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തം തമേ വൈദി കൗന്ദയ സദാ തദ്ഭാവ ഭാവിത. മരണസമയത്തെ ചിന്ത എന്തോ അതുപോലെ പുനർജനിക്കുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ യുദ്ധക്കളത്തിൽ ബഹളമയമായ ഒരു അന്തരീക്ഷത്തിൽ കൊല്ലുമെന്ന് പറഞ്ഞ് മരിക്കുന്നവനെല്ലാം വീണ്ടും കൊല്ലാൻ ജനിക്കുമെങ്കിൽ ഈ യുദ്ധങ്ങൾ ശാന്തിയല്ല, സമാധാനമല്ല, നേട്ടമല്ല. അതുകൊണ്ട് ഹേ അർജുന, നീ യജ്ഞരൂപമായി കർമ്മത്തെ ചെയ്യും. ജ്ഞാനത്തിന് മാത്രം, മുക്തനാകാൻ മാത്രം. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും അങ്ങനെയാണ് അർജുന. ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് യജ്ഞരൂപമായിട്ടാണ്. ആ യജ്ഞം അറിയുന്നിടത്തോളം ജീവിതം ചാരുവാണ്. ആ യജ്ഞം അറിയാത്തിടത്തോളം ജീവിതം ദുഃഖപൂർണമാണ്. ഒരുവൻ ഈ ലോകത്തുനിന്ന് പഠിക്കാൻ ഒരു പാഠമേ ഉള്ളൂ.
ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി യജ്ഞരൂപമാണ്. യജ്ഞമാണ് സൃഷ്ടിയുടെ രഹസ്യം. ജ്ഞാനത്തിലങ്കിതമാണ് സൃഷ്ടിചോദന, കാമത്തിലങ്കിതമല്ല. അടുത്ത ശ്ലോകം. ചായ ശരി, ചായ കുടിച്ചിട്ടാവും.